സ്റ്റോക്ക് മാക്സ് അക്കാഡമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ തന്നെ ഇരിക്കട്ടെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഇരിക്കട്ടെ വ്യത്യസ്തമായ രീതിയിൽ ചാർട്ട് അനാലിസിസ് ചെയ്യാനും അതനുസരിച്ച് കുട്ടികൾക്ക് ട്രേഡ് എടുക്കാൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഞങ്ങൾക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഠിക്കാൻ വേണ്ടിയിട്ട് അവർ തരുന്ന ഫീസ് അവർക്ക് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ ആയിട്ട് തിരിച്ചു കൊടുക്കുന്ന കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു സ്ഥാപനം എന്ന് വേണമെങ്കിൽ നമ്മൾ പറയാം. 199 രൂപയ്ക്ക് മുതൽ പഠിക്കാം. 199 വേറെ 199 രൂപ മുതൽ പഠിക്കാൻ പറ്റും. ഓക്കെ, അത് വെറുതെ ഒരു വെബിനാർ നടത്തുന്ന പോലെയോ അങ്ങനെ ഒരു മണിക്കൂർ പഠിച്ചിട്ട് ഇനി മുതൽ എൻ്റെ കോഴ്സ് ഇതൊക്കെയാണെന്ന് അറിയിക്കാൻ വേണ്ടി 199 അല്ല, 5 സ്ട്രാറ്റജി ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഈ 199 5 സ്ട്രാറ്റജി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇൻട്രാഡേയിൽ അവർക്കത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇൻട്രാഡേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 5 സ്ട്രാറ്റജിയും അതും 6 മണിക്കൂർ ക്ലാസ് എടുത്താൽ പറഞ്ഞു കൊടുക്കും. ലൈവ് ട്രേഡ് ഞാൻ എപ്പോഴും നോ പറയുന്ന വ്യക്തിയാണ്. ഓക്കെ, പിന്നെ ഞാനൊരു ഓപ്ഷൻ അവിടെ കൊടുക്കുന്നുണ്ട്. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നു കഴിഞ്ഞാൽ ലൈവ് ട്രേഡിലുള്ള അനാലിസിസ് പറഞ്ഞുതരാം. എന്തെടുക്കണം, എന്ത് ട്രേഡ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ ചെയ്യില്ല. ഈവൻ ഒരിക്കലും ഞാൻ കൊടുക്കില്ല. ടേണിംഗ് പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഓഹരി വിപണിയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാനും മനസ്സിലാക്കുവാനായിട്ട് എല്ലാവരും ട്രേഡിംഗ് കോഴ്സുകളെയും അക്കാഡമികളെയുമാണ് സമീപിക്കാറ്. എന്നാൽ നിങ്ങൾക്ക് ട്രേഡിങ്ങിനെ കുറിച്ച് ആഴത്തിൽ പഠിപ്പിക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങൾ പഠിച്ച പണം തിരികെ നൽകുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമുണ്ട്, സ്റ്റോക്ക് മാക്സ് അക്കാഡമി. ഇന്ന് സ്റ്റോക്ക് മാക്സ് അക്കാഡമിയുടെ കഥയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതിൻ്റെ കഥ പറയാൻ എത്തിയിരിക്കുന്നത് സ്റ്റോക്ക് മാക്സിൻ്റെ സാരഥിയായിട്ടുള്ള ബൈജു ആണ്. വെൽക്കം ടു ടേണിംഗ് പോയിന്റ്. ഇപ്പോൾ ബൈജു, ഇപ്പോൾ നിലവിൽ ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ പഠിപ്പിക്കുന്ന ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അതിലാണ് ഇപ്പോൾ സ്റ്റോക്ക് മാക്സ് കൂടി വരുന്നത്. അപ്പോൾ അതിലേക്ക് എത്തും മുന്നേ തന്നെ എവിടെയാണ് ബൈജുവിൻ്റെ സ്വദേശം ട്രിവാൻഡ്രമാണ്. ഞാൻ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ എറണാകുളത്ത് സെറ്റിലായിരിക്കുകയാണ്. എറണാകുളത്ത് തന്നെയാണ് നമ്മുടെ സ്റ്റോക്ക് മാക്സ് അക്കാഡമിയും ബാക്കിയുള്ള എൻ്റെ എല്ലാ ആക്ടിവിറ്റീസും, ബിസിനസ് ആക്ടിവിറ്റീസ്, കോഴ്സ്, ട്രേഡിംഗ് എല്ലാ ആക്ടിവിറ്റീസും നടത്തുന്നതും എറണാകുളത്ത് തന്നെയാണ്. അപ്പോൾ പഠിച്ചതൊക്കെ എല്ലാം ട്രിവാൻഡ്രം തന്നെയാണ്. പിന്നെ കുറച്ച് കാലം നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തമിഴ്നാട്ടിലുണ്ടായിരുന്നു. ബാക്കി പഠനം എല്ലാം കേരളത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ശരിക്കും എന്താണ് സ്റ്റോക്ക് മാക്സ് അക്കാഡമി? സ്റ്റോക്ക് മാക്സ് അക്കാഡമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ തന്നെ ഇരിക്കട്ടെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഇരിക്കട്ടെ വ്യത്യസ്തമായ രീതിയിൽ ചാർട്ട് അനാലിസിസ് ചെയ്യാനും അതനുസരിച്ച് കുട്ടികൾക്ക് ട്രേഡ് എടുക്കാൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഞങ്ങൾ ആ ഒരു വ്യത്യസ്തത മാത്രമല്ല ഞങ്ങൾക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഠിക്കാൻ വേണ്ടിയിട്ട് അവർ തരുന്ന ഫീസ് അവർക്ക് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ ആയിട്ട് തിരിച്ചു കൊടുക്കുന്ന കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു സ്ഥാപനം എന്ന് വേണമെങ്കിൽ നമ്മൾ പറയാം. അതെങ്ങനെ ഇവർ പഠിപ്പിക്കാൻ പറ്റുന്ന ഫീസ് എങ്ങനെ നിങ്ങൾ തിരിച്ചു കൊടുക്കുന്നത്? ഞങ്ങൾ ട്രേഡേഴ്സാണ്. ട്രേഡേഴ്സ് എപ്പോഴും ട്രേഡറായിരുന്നാൽ മതി. ഈ ഒരു വരുമാനം എന്ന് പറയുന്നത് മാക്സിമം അവർക്കും അതിന് മേളിൽ അവർ തരുന്ന ഫീസിന് മേളിൽ ഡെലിവറി ചെയ്യണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് വരുമ്പോൾ അത് പരിണമിച്ച് ഞങ്ങളിപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഞങ്ങൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ തരുന്ന ഫീസ് അവർക്ക് തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ ആയിട്ട് തിരിച്ചു കൊടുക്കുക. അപ്പോൾ അത് 100% അവരിവിടെ നിന്ന് നോളജ് എടുക്കുന്നുമുണ്ട്. അവർക്ക് 100% അതിന് മേളിലൊരു റിട്ടേൺ വാല്യൂ ആയിട്ട് നമുക്ക് തിരിച്ചു കൊടുക്കാനും പറ്റുന്നുണ്ട്. ബിക്കോസ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നതും ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നതും ട്രേഡാണ്. അപ്പോൾ അതിനുള്ള വരുമാനം ഞങ്ങളുടെ കയ്യിൽ വരുന്നതുകൊണ്ട് ഫീസ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കോഴ്സ് എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു എന്താ പറയുക, ഒരു മാനിറ്ററി ആയിട്ടുള്ളൊരു ഇതല്ല. സോ ധൈര്യമായിട്ട് ഞങ്ങൾക്ക് ആ ഒരു പ്രോമിസോടെ തന്നെ ഒരു കുട്ടി ഇവിടെ പഠിപ്പിക്കും. അപ്പോൾ അവർക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല. അത് ഓക്കെ, സ്റ്റോക്ക് മാക്സ് അക്കാഡമിയിൽ ഒരാൾ പഠിക്കാൻ വന്നു, ഓക്കെ, അവിടെ ഒരു 25,000 തന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ 60,000 കൊടുത്ത് പഠിക്കാൻ വന്നിട്ടുണ്ട്. 60,000 എന്തായാലും എനിക്ക് റിട്ടേൺ ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ ഫീസ് ഞാൻ ഇത്രയും കൊടുത്തു പോയല്ലോ, അതുകൊണ്ട് മുഴുവനായിട്ട് പഠിച്ചേ പറ്റും, ഇനിയും ഇങ്ങനെ ആ ഒരു ഉത്കണ്ഠ എന്ന് പറയുന്ന സംഭവം ഞങ്ങളുടെ കൂടെ പഠിക്കാൻ വരുമ്പോൾ ഇല്ല. അവർക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സാറ് ഒരു കുട്ടി ഞങ്ങളോട് പഠിക്കാൻ വന്നു, ഒരു 25,000 രൂപീസോട് ഞങ്ങൾ പഠിക്കാൻ വരികയാണെങ്കിൽ ഇദ്ദേഹം 6 മാസം 1 വർഷമൊക്കെ ആയിരിക്കും ഞങ്ങളോടൊപ്പം ഇരുന്ന് പഠിക്കുക. കാരണം അങ്ങനത്തെ ഒരു കണ്ടൻറ്റ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഒരു ലോങ് ടൈം ആയിട്ടായിരുന്നു പഠിക്കുക. ഈ 1 വർഷമൊക്കെ പഠിച്ച് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് അദ്ദേഹത്തിന് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നോളജും ഉണ്ടാവും. ഈ 1 വർഷം കഴിയുമ്പോൾ ഇദ്ദേഹം ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ അതിന് മേളിലായിരിക്കും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 0 കോസ്റ്റിൽ അദ്ദേഹം എന്ത് ചെയ്യും, സ്റ്റോക്ക് മാക്സ് അക്കാഡമിയിൽ നിന്ന് പഠിച്ചിറങ്ങി. അത് പല രീതിയിലായിരിക്കും ഓരോ ആൾക്കാരുടെ രീതിക്ക്. അല്ലാതെ ഇപ്പോൾ സാറിന് ആവശ്യം ഇപ്പോൾ ഒരു കുട്ടിയെ നോക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ചിലപ്പം എന്താ പറയുക, ഇൻഷുറൻസ് ആവശ്യം ഉണ്ടായിരിക്കും, മറ്റെന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യം ഉണ്ടായിരിക്കും. ആ രീതിയിൽ അവരുടെ ആവശ്യം അനുസരിച്ചിട്ട് ഞങ്ങൾ ഈ ഫീസിനെ അവർക്ക് കൊടുക്കും. ഓക്കെ. സോ ഞങ്ങൾ നോക്കുന്നത് എന്താണ്, നമ്മുടെ ഓൺ ട്രേഡ്, അതേപോലെ കുറച്ച് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ്. എങ്ങനെയായിരുന്നു സ്റ്റോക്ക് മാക്സ് അക്കാഡമിയുടെ തുടക്കം? സ്റ്റോക്ക് മാക്സ് അക്കാഡമിയുടെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു കോൺസെപ്റ്റ് പഠിച്ചു. കാരണം അന്ന് ഈ കോൺസെപ്റ്റ് ഉപയോഗിച്ച് കേരളത്തിലായാലും
അല്ലെങ്കിൽ 1% പോലും ആൾക്കാർ ട്രേഡ് ചെയ്യുന്നില്ലായിരുന്നു. ഉം, ഉം. അപ്പോൾ ഞങ്ങൾ കോൺസെപ്റ്റ് ഞങ്ങൾ പഠിച്ചു. ഞങ്ങളുടെ ട്രേഡ് ഞങ്ങൾക്ക് സക്സസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് പേർക്ക് പഠിപ്പിക്കണമെന്നൊരു ആഗ്രഹം വന്നു. ഓക്കെ. ആഗ്രഹം വന്ന സമയത്ത് വേറുള്ള മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. ഉം, അപ്പോൾ ഉം. ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയ കുറച്ച് സുഹൃത്ത്, ഞങ്ങൾ വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ കിട്ടിയ സുഹൃത്തായിട്ട് മിഥുൻ എന്നാ പുള്ളിക്കാരൻ്റെ പേര് വരുന്നത്. ഓക്കെ, ഉം, ഉം. പുള്ളിക്കാരൻ ഞങ്ങളെ അപ്രോച്ച് ചെയ്തു, ഒന്ന് പഠിപ്പിച്ച് തരാമെന്ന് അപ്രോച്ച്. അപ്പോൾ ഞങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചറോ കാര്യങ്ങളൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. അപ്പോൾ ഓക്കെ. ഞങ്ങൾക്ക് കിട്ടിയ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളമശ്ശേരിയോടുള്ള പാർക്കാണ്. ഉം, ഉം. ഞങ്ങൾ ആ പാർക്കിൽ മിഥുനും ഇതിൻ്റെ സുഹൃത്തുക്കളും ഷാനേട്ടനൊക്കെ ഉണ്ട്. ഓക്കെ, അവരോട്ടായിരുന്നു ഞങ്ങൾ ആ പാർക്കിലിരുന്ന് ഞങ്ങൾ 6000 രൂപയ്ക്ക് വാങ്ങിയൊരു ലാപ്ടോപ്പ് ഉണ്ട്, പഴയൊരു HP-യുടെ ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. ഉം, ഓക്കെ, ഉം. ആ ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ടായിരുന്നു ഇവർക്ക് ഞങ്ങൾ പഠിപ്പിച്ചു തുടങ്ങുന്നത്. ഓ, ഓ, ഓ. അതിനുശേഷം മിഥുൻ ചേട്ടൻ ഞങ്ങൾക്കൊരു ട്യൂഷൻ സെൻറ്ററിൽ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അവിടത്തുള്ളൊരു എക്സ്പീരിയൻസിലാണ് ഞങ്ങളുടെ ആ ഒരു പഠിപ്പിക്കുന്നതിലേക്കുള്ള ഒരു ടേണിംഗ് പോയിന്റ് നമുക്ക് പറയുമല്ലോ, പഠിപ്പിക്കാൻ ഓക്കെ. പോകാം, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആവാം എന്നുള്ള ടേണിംഗ് പോയിന്റ് നമുക്ക് അവിടെയാണ് കിട്ടുന്നത്. ഫസ്റ്റൊക്കെ ഞങ്ങൾ ഓൺലൈൻ ബേസ് ചെയ്ത് മാത്രമായിരുന്നു ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഓഫ്ലൈനോട്ട് മാറി. ഓഫ്ലൈൻ അതൊരു കോവർക്കിംഗ് സ്പേസിലായിട്ട് മാറിയിരുന്നു. ഉം, ഉം, ഇൻക്യൂ എന്ന് പറയുന്ന ഒരു കോവർക്കിംഗ് സ്പേസ് പാലഘട്ടത്തേക്ക് മാറിയായിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് വിത്തിൻ 1 ഇയറിനുള്ളിൽ ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള സ്പേസിലേക്ക് ഞങ്ങൾ മാറി. ഇന്നിപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വന്ന് ട്രേഡ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഞങ്ങൾ മിനിമം കുട്ടികളെ എടുക്കും കേട്ടോ, വലിയ ഇങ്ങനെ എന്താ പറയുക 50, 60, 70 കുട്ടികളെ വെച്ചിട്ട് എടുക്കുന്നത്. കാരണം അങ്ങനത്തെ കോൺസെപ്റ്റ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. എത്ര പേരുണ്ടാവും ഒരു ബാച്ചിൽ? ഒരു ബാച്ചിൽ 10 പേര് 15 പേരും ഓക്കെ. മാക്സിമം അത്രയും ഞങ്ങൾ ഹാൻഡിൽ ചെയ്യും. ബിക്കോസ് അവർ പഠിപ്പിക്കാം, പഠിക്കാൻ വരുന്നത് പഠിച്ചിട്ട് പോവുക, അനാലിസിസ് പഠിച്ചിട്ട് നന്നായിട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വന്നിട്ട് എന്നാ പറയുക, അവർക്ക് അവിടെ ഇരുന്ന് ട്രേഡ് ചെയ്യാനും ഞങ്ങളുടെ ഗൈഡൻസ് എടുക്കാനുള്ള സ്പേസ് ഇപ്പോൾ ഉണ്ട്. പ്ലസ് ക്ലാസ് റൂമുണ്ട് ഞങ്ങൾക്കിപ്പോൾ. പ്ലസ് എൻ്റെ ആയിട്ടുള്ള എന്താ പറയുക, ഞങ്ങളുടെ ഡയറക്ടേഴ്സ് ഇരുന്ന് ഞങ്ങളും ട്രേഡ് ചെയ്യുന്നത്, ഞങ്ങളുടെ വരുമാനം മുഴുവൻ ട്രേഡിലാണ് വരുന്നത്. അപ്പോൾ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമുണ്ട്. ഇങ്ങനെയുള്ള ഒരു സ്പേസാണ് ഞങ്ങളിപ്പോൾ നിലവിൽ വരുന്നത്. അടുത്തൊരു 5000 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു സ്പേസിലേക്ക് ഞങ്ങൾ വിത്തിൻ 1 ഇയർ മാറാൻ വേണ്ടി നിൽക്കുകയാണ്. അവിടെ വരുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ 20-25 കുട്ടികൾ എന്താ പറയുക ഇരുന്ന് ട്രേഡ് പഠിക്കാൻ ഇരിക്കുന്നിടത്ത് അവിടെ ഒരു 60-70 കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ട്രേഡ് പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് 15 വരെ ഉണ്ടാവും. ട്രേഡ് ചെയ്ത് പഠിക്കാനായിട്ടുള്ള സ്പേസും അവർക്കുണ്ട്. ഇപ്പോൾ കളമശ്ശേരിയിലൊരു പാർക്കിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു സ്റ്റാർട്ടിങ്. പക്ഷേ ഈ ഒരു പെട്ടെന്നൊരു വളരെ ഒരു 1 ഇയറിനുള്ളിൽ തന്നെ നമ്മൾ ഈ ഒരു സക്സസ്സിലേക്ക് എത്തി. പക്ഷെ അതിന് പിന്നിലൊരു കാരണം ഉണ്ടാവുമല്ലോ, അതെന്താണ്? ഞങ്ങൾ കോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തല്ല ഞങ്ങൾ വളർന്നത്. ഉം, ഉം. ഞങ്ങൾ വളർന്നത് മുഴുവനും ഞങ്ങൾ ട്രേഡ് ഡിപ്പെൻഡ് ചെയ്ത് മാത്രം വളർന്ന ആൾക്കാരാണ്. ഓക്കെ, ഓക്കെ. ഓക്കെ, കോഴ്സ് ഞങ്ങളൊരു പാർട്ട് ഓഫ് ഗെയിം മാത്രമായിരുന്നു ഉള്ളൂ, അല്ലെങ്കിൽ അക്കാഡമി എന്ന പേര് ഞങ്ങളുടെ ഒരു ഫേസ് വാല്യൂ അത് മാത്രമേ ഉണ്ടായിരുന്നു എന്ന് പറയാം. ഉം, ഉം. ബാക്കി എല്ലാം ഇരിക്കുന്നത് എന്താണ്, നമ്മുടെ ഈ ട്രേഡിലെ വരുന്നതാണ്. പിന്നെ ഒരു നല്ലൊരു സപ്പോർട്ടായിട്ടുള്ള ആൾക്കാർ വന്നു. ഓക്കെ, പേര് ഞാനിവിടെ പറയുന്നില്ലെന്നേ ഉള്ളൂ, ബട്ട് നല്ല സപ്പോർട്ടായിട്ടുള്ള ഞങ്ങളുടെ ബാക്ക് ബോണായിട്ട് നിൽക്കാൻ പറ്റുന്ന ആൾക്കാർ വന്നു. അപ്പോൾ അതുകൂടെയൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്തു, ട്രേഡ് ചെയ്യാൻ കുറച്ചുകൂടെ ഫണ്ട് ഞങ്ങൾക്ക് റൈസ് ചെയ്യാൻ പറ്റും. ഉം, ഉം, ഉം. ഓട്ടോമാറ്റിക്കായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ പുതിയ പുതിയ പ്ലേസിലേക്ക്, പുതിയ പുതിയ വളർച്ചയിലേക്ക് ഞങ്ങൾ പോകാനായിട്ട് പറ്റി. ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് മതിയാകും. നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് ട്രേഡ് ഉണ്ടെങ്കിൽ അത് മതിയാവും നമ്മുടെ ഒന്ന് വളർച്ചയിലേക്ക് കൊണ്ടുപോകാനായിട്ട് വരും. ബൈജുവിൻ്റെ ഒരു ട്രേഡിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ആദ്യം നന്നായിട്ട് പൊട്ടിയൊരു വ്യക്തിയാണ്, അത് എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ നന്നായിട്ട് അതെ. പൊട്ടിയൊരു വ്യക്തിയാണ്. അതിനുശേഷം എനിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ആളുണ്ടായിരുന്നു. ഞാനും എന്നെ ഗൈഡ് ചെയ്യാൻ, ബാക്ക് ബോണിൽ നിന്ന് ഗൈഡ് ചെയ്യാൻ എനിക്ക് ആളുണ്ടായിരുന്നു. സോ ഒരു മെൻറ്റർ എന്ന് പറയും, പുള്ളിക്കാരൻ കോവിഡിൽ പോയായിരുന്നു. ഓക്കെ, സോ ഓക്കെ. ഡ്രോബാക്ക് എന്നൊക്കെ പറയുമല്ലോ, അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഇപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. ട്രേഡ് എന്താണെന്നും ട്രേഡിൽ വേണ്ട കാര്യങ്ങൾ എന്താണെന്നും എപ്പോഴും അണ്ടർസ്റ്റാൻഡ് ചെയ്തോ അന്ന് മുതൽ പേടിയില്ല ട്രേഡ് ചെയ്യാനായിട്ട്. ഉം, ഉം, ഉം. ഫണ്ട് മാനേജ് ചെയ്യാനും ഒരു പേടിയില്ലാണ്ട് മാറി. അതായത് നമുക്ക് 2 കാര്യങ്ങളാണ് വരുന്നത് ട്രേഡിൻ്റെ അകത്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് സ്ട്രാറ്റജിയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ആക്ച്വലി സ്ട്രാറ്റജിയെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ 3 മാസം 2 മാസം കൂടുമ്പോൾ ഞാൻ പുതിയ പുതിയ സ്ട്രാറ്റജി കണ്ടുപിടിച്ച് 20ഉം 10ഉം ഓപ്ഷൻ പോയിന്റിന് വേണ്ടി ഞാൻ വർക്കൗട്ട് ചെയ്യേണ്ടി വരും. ഉം, ഉം, നമ്മൾ മാറി നിന്ന് ചിന്തിച്ച് നോക്കിയേ, ഈ സ്ട്രാറ്റജിയുടെ ബിഹൈൻഡ് ഒരു ലോജിക് ഇല്ലേ? ഏതൊരു സ്ട്രാറ്റജി ബിഹൈൻഡ് ഒരു ലോജിക് ഉണ്ടല്ലേ? അതെ, അതെ. ആ ലോജിക്ക് ഞാൻ അനാലിസിസ് ചെയ്യാൻ പഠിച്ചല്ലോ. സ്ട്രാറ്റജിയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് 10% ആയിട്ട് അവിടെ കുറയ്ക്കാനായിട്ട് പറ്റും. ഉം, ഉം. ഇപ്പോൾ സ്ട്രാറ്റജി നല്ലതാണ്, ഇല്ലെന്ന് ഞാൻ അതെ, അതെ, പറയുന്നില്ല. അതെ. സ്ട്രാറ്റജിയുടെ ആവശ്യകത എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു സ്ട്രാറ്റജി ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ ഒരു 5 സ്ട്രാറ്റജി ഞാൻ ഒരുമിച്ച് പഠിച്ചെന്നിരിക്കട്ടെ, എനിക്ക് മാർക്കറ്റിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. ഉം, ഉം. അതേസമയം ഈ 5 കാര്യങ്ങൾ ഞാൻ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയാണ് പഠിച്ചെന്നിരിക്കട്ടെ, അതെ, അതെ. എനിക്ക് മാർക്കറ്റിൽ കുറച്ചുകൂടെ കോൺഫിഡൻസ് കൂടുതലായിട്ട് വരും. ഏത് ഡയറക്ഷനിലേക്കാണ് മാർക്കറ്റ് പോകുന്നത്, അല്ലെങ്കിൽ ഈ ഡയറക്ഷനിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണോ, ഫണ്ടമെൻ്റലി സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഫണ്ടമെൻ്റലി സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഡയറക്ഷൻ സപ്പോർട്ട് എൻ്റെ അനാലിസിസിൽ ഉള്ളിടത്താണോ ഈ സ്ട്രാറ്റജി വന്നിരിക്കുന്നത് എങ്കിൽ എനിക്ക് ട്രേഡ് എടുക്കാം. ഉം, ഉം, ഉം. ഇപ്പോൾ മാർക്കറ്റ് ഞാൻ ബയർ സ്ട്രാറ്റജി പഠിച്ചിരിക്കും, ബൈയിങ് സൈഡിലേക്കുള്ള സ്ട്രാറ്റജി ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് ഡൗണിലേക്ക് പോകുമ്പോൾ എന്ത് കാണിക്കും, ബൈയിങ് സ്ട്രാറ്റജി കാണിക്കും. എനിക്ക് അനാലിസിസ് ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കും, അവിടെ ഉറപ്പായിട്ട് ഞാൻ ലോസ് ആവും. അതെ, അതെ. കാരണം എൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത്
മാർക്കറ്റ് സെല്ലർ സൈഡിലേക്ക് അല്ലെങ്കിൽ ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന ഇരിക്കുകയാണ്. ഉം. എൻ്റെ സ്ട്രാറ്റജി കാണിക്കുന്നത് എങ്ങോട്ടാ? ബയ്യർ സൈഡിലേക്കാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ സ്ട്രാറ്റജി ആണല്ലോ അത്, $1 million സ്ട്രാറ്റജി. ഞാൻ എന്നാ ചെയ്യുന്നു, എൻ്റെ മുഴുവൻ ക്യാഷും ആ ഒരു പർട്ടിക്കുലർ ട്രേഡിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? മാർക്കറ്റ് നമുക്ക് പേ ഓഫ് ചെയ്യും. അതായത് അതെ, അതെ. നമ്മുടെ സ്റ്റോപ്പ് ലോസ് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു ലോസ് വരും. അതേസമയം മറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ, എൻ്റെ അനാലിസിസ് എങ്ങോട്ട് തന്നെയാണ്? പ്രോപ്പറായിട്ട് കോണ്ടെക്സ്റ്റിലുള്ള എൻ്റെ അനാലിസിസ് ഡൗൺ സൈഡിലേക്കാണ്. എനിക്കിരിക്കുന്ന സ്ട്രാറ്റജിയും ഡൗൺ സൈഡിലേക്കാണ്. എൻ്റെ സക്സസ് റേറ്റ് എത്രയായിരിക്കും? 10-20 പോയിൻ്റ് ആയിരിക്കില്ല, അതിന് മേലുള്ള സക്സസ് ആയിട്ടുള്ള റേറ്റ് ആയിരിക്കും. ഓക്കെ. ഇനി ഈ അനാലിസിസ് റോങ് ആയി, അപ്പോൾ എനിക്ക് അടുത്ത ഓപ്പർച്യൂണിറ്റി എന്ത് വരും? അടുത്ത ബയർ സൈഡിലേക്ക് ഓപ്പർച്യൂണിറ്റി എനിക്ക് അവിടെ എടുക്കാൻ പറ്റും. കാരണം ഈ അനാലിസിസ് റോങ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ടീം എന്തല്ല, സ്ട്രോങ് അല്ല. അപ്പോൾ ശരിക്കുള്ള ആൾക്കാർ ആരാണ്? ബയ്യറാണ്. എനിക്ക് ധൈര്യമായിട്ട് എൻട്രി എടുക്കാം. ഓക്കെ ഓക്കെ. അത് 10 പോയിന്റ് ഞാനിവിടെ ലോസ് ചെയ്താലും 30 പോയിന്റിൻ്റെ എടുക്കാനുള്ള കോൺഫിഡൻസ് എനിക്ക് എന്ത് ചെയ്യും അവിടെ ലഭിക്കും. എല്ലാ ട്രേഡേഴ്സും കാണിക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ അറിയാൻ മിക്കതും ലോസ് ആവുന്ന, ഞാൻ മനസ്സിലാക്കി ലോസ് ആവുന്ന കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനാലിസിസ് ചെയ്യാനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യില്ല. ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന മുഴുവൻ എന്തിനു വേണ്ടിയായിരിക്കും എന്നറിയാവോ? ഈ സ്ട്രാറ്റജി വന്നിട്ടുണ്ടോ, ഇത് എത്രത്തോളം സക്സസ് ആയിരിക്കും എന്ന് മാത്രം നോക്കാനായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോൾ ഞാൻ എന്നെക്കാട്ടും നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, ഈ കഴിഞ്ഞ ഈ ഒരു 2024 സെപ്റ്റംബറിന് ശേഷം എത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആഡ് ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്? അതെ അതെ. വളരെ കുറവല്ലേ? ഇല്ല, ഇപ്പം നമ്മളിപ്പോൾ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ഇവൻറ്റുകൾ ചെയ്യുന്നുണ്ട്. നമുക്കറിയാൻ പറ്റും എത്ര സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന്. നിലനിൽക്കുന്നത് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നും ഇന്നും നിലനിൽക്കുന്ന സ്ഥാപനങ്ങൾ ഏതുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനാലിസിസ് പഠിപ്പിച്ച സ്ഥാപനങ്ങൾ നിലനിന്ന് പോകുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഈ ചെറിയ ചെറിയ എന്താ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണ കുഞ്ഞുങ്ങളുടെ സ്ട്രാറ്റജി പഠിപ്പിച്ച ഒരു സ്ഥാപനങ്ങൾ പോലും എന്ത് ചെയ്യുന്നില്ല, നിലനിന്ന് പോകുന്നില്ല. അന്ന് സ്ട്രാറ്റജി പഠിപ്പിച്ച ഒരു ട്രേഡേഴ്സ് പോലും ഇന്നും എന്ത് ചെയ്യുന്നില്ല, നിലനിന്ന് പോകുന്നില്ല. റീസൺ ഇത്രയേ ഉള്ളൂ, അനാലിസിസ് എത്രത്തോളം നമ്മൾ ചെയ്യാൻ പഠിക്കുന്നോ അത്രത്തോളം മാർക്കറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, വിൻ ചെയ്യാനായിട്ട്. ഇപ്പോൾ നേരത്തെ ഇപ്പോൾ ബൈജു പറഞ്ഞപ്പോൾ നമ്മുടെ ഒത്തിരി പൊട്ടിയാണ് തുടങ്ങിയെന്നുള്ളത്. ഇപ്പോൾ ട്രേഡിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാവരെ സംബന്ധിച്ച് ഒത്തിരി കാശ് പോയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ബൈജുവിനെ സംബന്ധിച്ച് നമ്മുടെ സ്റ്റാർട്ടിങ്ങിന് എത്ര രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്? കുറഞ്ഞതൊരു ഈ ഒരു എമൗണ്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ പറയും അത്ര ഇല്ലയോ സാറേ പോയുള്ളൂ, അല്ലെങ്കിൽ അത്ര ഇല്ലേ ബൈജു പോയുള്ളൂ എന്ന് പറയുമായിരിക്കും. ബിക്കോസ് അതിൽ പോയപ്പോൾ തന്നെ പെട്ടെന്ന് ഒരു 6 മന്തോളം ട്രേഡ് സ്റ്റോപ്പ് ചെയ്തിട്ട് തിരിച്ച് ഒരു പുതിയ കോൺസെപ്റ്റോട് തിരിച്ചു വരാൻ പറ്റി. അതാണ് ഒരു കാര്യം. എനിക്കൊരു 6 lakhs പോയിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. 6 to 7 lakhs അടുപ്പിച്ചിട്ടേ പോയിട്ടുള്ളൂ. പോയ ക്യാഷ് അതേപോലെ തിരിച്ച് ദൈവം സഹായിച്ചിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് അന്നും ഞാൻ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ്, ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന കോൺസെപ്റ്റിനാണ് യൂസ് ചെയ്യുന്നത്. അവിടെ ഒരു പ്രോബ്ലം വന്നായിരുന്നു, ഓവർ കോൺഫിഡൻസ് എന്നുള്ള പ്രോബ്ലം. അന്ന് ഞാൻ ഫോളോ അപ്പ് ചെയ്തതും സ്ട്രാറ്റജിയാണ് ഫോളോ അപ്പ് ചെയ്തത്. വെറും സ്ട്രാറ്റജിയാണ് ഫോളോ അപ്പ് ചെയ്തത്. സ്ട്രാറ്റജി ഫോളോ അപ്പ് ചെയ്യുമ്പോൾ എന്താ പറ്റുക? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ സംഭവിക്കും. എന്നിട്ട് എന്തോ വേറൊരു പ്രശ്നം കൂടെ അതിൻ്റെ അതുണ്ടായിരുന്നു, മണി മാനേജ്മെൻറ്റ് ഇല്ലായിരുന്നു. 100 രൂപ നമ്മുടെ കയ്യിലിരിക്കുകയാണെങ്കിൽ 10 രൂപയ്ക്ക് ബിസിനസ് ചെയ്യാൻ പാടുള്ളൂ. ട്രേഡിംഗ് ഇസ് എ ബിസിനസ്, റൈറ്റ്? അപ്പം നമ്മൾ 100 രൂപ കയ്യിലുണ്ടെങ്കിൽ 10 രൂപയ്ക്ക് ബിസിനസ് ചെയ്യാൻ പാടുള്ളൂ. അതിന് പകരം 100 എന്നുള്ളത് 100 എടുത്ത് നമ്മൾ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ട്രേഡ് ചെയ്യാൻ കാശ് ഉണ്ടാവും? ഒരിക്കലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഓക്കെ, സോ നമ്മളെപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണി മാനേജ്മെൻറ്റ് വേണം, നല്ലൊരു അനാലിസിസ് വേണം, സ്ട്രാറ്റജി വേണം. ഈ 6 lakhs ഒന്നും അല്ല ഇപ്പോഴത്തെ മാർക്കറ്റ്. ഒത്തിരി ആൾക്കാരുണ്ട് അല്ല, ബട്ട് ക്യാഷ് പോയ ആൾക്കാരുടെ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ക്യാഷ് പോയത് അക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ യൂണിവേഴ്സിൽ അങ്ങനെയാണല്ലേ, അക്സെപ്റ്റ് ചെയ്യുന്ന ആളുടെ കൂടെ ആയിരിക്കും അടുത്ത ഓപ്പർച്യൂണിറ്റിയോടെ നമ്മൾ വരിക. അക്സെപ്റ്റ് ചെയ്യുക, എന്താണ് നമ്മുടെ പ്രോബ്ലം എന്ന് അനാലിസിസ് ചെയ്യുക. ആ പ്രോബ്ലം സോർട്ട് ഔട്ട് ചെയ്യാൻ നിങ്ങൾ നിൽക്കരുത്. ഞാൻ എപ്പോഴും പറയുന്നൊരു കേസാണ്, പ്രോബ്ലം സോർട്ട് ഔട്ട് ചെയ്യുന്നെങ്കിൽ ആ ടൈം നിങ്ങൾ വേസ്റ്റ് ആയിപ്പോൾ. നെക്സ്റ്റ് ഈ ഒരു കോൺസെപ്റ്റിലേക്ക് വന്ന് എന്ത് പഠിച്ചു കഴിഞ്ഞാൽ, അറിവാണ് നമ്മുടെ എപ്പോഴും നമ്മളെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വേ കിട്ടുന്നത്. അതിന് വേണ്ടിയുള്ള നെറ്റ്വർക്ക് ചെയ്യുക. ഞാൻ ട്രേഡർ ആയതുകൊണ്ട് എനിക്ക് വേറെ നെറ്റ്വർക്കൊന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞിരിക്കരുത്. അപ്പോൾ അങ്ങനെ ട്രേഡ് സക്സസ് ആയ ആൾക്കാരും ഫെയിലായ ആൾക്കാരെയും അല്ലെങ്കിൽ ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ആൾക്കാരോട്ട് എന്ത് ചെയ്യുക, നെറ്റ്വർക്ക് ചെയ്യുക. അവിടുന്ന് നിങ്ങളുടെ പ്രോബ്ലം നിങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞല്ല, നിങ്ങൾ ഒരിക്കലും അത് സോർട്ട് ഔട്ട് ചെയ്യാനല്ല അവരുടെ അടുത്ത് പോവേണ്ടത്. അവിടെ നിന്ന് പുതിയ അറിവ് നേടിയെടുത്തിട്ട് ആ അറിവിനെ ഇംപ്ലിമെൻ്റ് ചെയ്ത് നമ്മളിരിക്കുന്ന പ്രോബ്ലത്തിന് ഓട്ടോമാറ്റിക്കായിട്ട് ഈ അറിവ് എന്ത് ചെയ്യും, അവിടെ സോൾവ് ചെയ്ത് കൊണ്ടുവരും. ഈ പ്രോബ്ലത്തിൻ്റെ ബേക്കിൽ നമ്മൾ പോയി സോൾവ് ചെയ്തിട്ട് തിരിച്ച് വരുന്ന സമയത്ത് നമ്മുടെ ടൈം നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. പലപ്പോഴും പലർക്കും പറ്റുന്നൊരു അബദ്ധം അവിടെയാണ്. അറിവ് നേടാനായിട്ട് മാക്സിമം ശ്രമിക്കുക. കാരണം ഓപ്ഷൻ ബൈയിങ് ചെയ്യുന്നതിൽ എനിക്കൊരു അറിവുണ്ട്, ഞാൻ കോൺഫിഡൻ്റ് ആണ്. 6 മാസത്തേക്കൊക്കെ എനിക്ക് ഭയങ്കര കോൺഫിഡൻറ്റ്. അപ്പോൾ ആലോചിക്കുക, ഞാൻ പൊട്ടാൻ തുടങ്ങിയപ്പോൾ ആലോചിക്കുക, എൻ്റെ അറിവ് പോരാ, എൻ്റെ പ്രോബ്ലം സോർട്ട് ചെയ്യണമെങ്കിൽ ഇനി എനിക്ക് എന്ത് വേണം, അറിവ് വേണം. അപ്പോൾ നെറ്റ്വർക്ക് ചെയ്യുക, അറിവ് നേടുക, അത് മാത്രമേ നമുക്ക് സൊല്യൂഷൻ ഉള്ളൂ. ഇപ്പോൾ ബൈജു നേരത്തെ പറഞ്ഞ പോലെ തന്നെ
ഒത്തിരി ഈ സ്റ്റോക്ക് മാർക്കറ്റ് ബേസ് ചെയ്ത് കോഴ്സുകൾ സെല് ചെയ്യുന്ന ഒത്തിരി സ്ഥാപനങ്ങൾ വന്നു. പലരും അതുപോലെ തന്നെ പോവുകയുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് മാക്സ് അക്കാഡമിനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് നമ്മുടെ സ്പെഷ്യാലിറ്റികൾ? സിമ്പിൾ മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ. അതിന് ഇനിയും ചുരുക്കി പറയുകയാണെങ്കിൽ ഓപ്ഷൻ തിയറി. ഓക്കെ ഓക്കെ, അതെന്താണ്? ഓപ്ഷൻ തിയറി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എന്താണ്? നമ്മൾ ലേലം വിളിയാണല്ലേ. നമ്മൾ എല്ലായിടും എവിടെ നോക്കിയാലും ലേലം വിളിയാണ്. ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്, പ്രോബിലിറ്റി ഗെയിമാണ്. ഓക്കെ, ഓപ്ഷൻ, പ്രോബിലിറ്റി ഇതെല്ലാം ഫണ്ടമെൻ്റലി യൂണിവേഴ്സിലുള്ള കാര്യങ്ങളാണ്, പല ബിസിനസ്സും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ ഓപ്ഷൻ തിയറിയെ നമ്മൾ പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യുന്നിടത്ത് നമ്മൾ വിജയിക്കും. ഓക്കെ, റൈറ്റ്. സോ ഞാൻ പഠിപ്പിക്കുന്നതും ഞാൻ പഠിച്ചതും ചെയ്യുന്നതെല്ലാം ഓപ്ഷൻ തിയറി ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ് മെത്തേഡാണ്. അതായത് മാർക്കറ്റ് പ്രൊഫൈൽ, ഓർഡർ ഫ്ലോ, അതേപോലെ തന്നെ വോളിയം പ്രൊഫൈൽ, VSA, ക്ലോക്സ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിച്ചതും പഠിപ്പിക്കുന്നതും അതിനെ പറ്റിയാണ്. സോ ഇതിന് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഹരി വിപണിയുടെ ബേസ് എന്തെന്ന് ആടുത്ത് ചോദിച്ചാലും എന്തേ പറയാനുള്ളൂ, ലേലം വിളിയാണ്. ഒരു 10 രൂപയുടെ ഷെയർ വെക്കുന്നു, അത് 11 രൂപയാവാം, 12 രൂപയുടെ ഷെയർ വിളിക്കുന്നു. ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു ഇൻക്ലൂഡ് ഏതാണ് സർ? പ്രോബിലിറ്റി ആണ്. അത് മേളിലോട്ടും പോവാം, താഴോട്ട് ഇറങ്ങുന്ന പ്രോബിലിറ്റി ഗെയിം ആയിരുന്നു. അപ്പോൾ ആ പ്രോബിലിറ്റി ഗെയിമും ഓപ്ഷനിട്ട് നിൽക്കുന്നിടത്ത് നമ്മൾ സ്ട്രാറ്റജി പഠിക്കണോ, അനാലിസിസ് പഠിക്കണോ, ഓപ്ഷൻ പഠിക്കണോ? ഓപ്ഷൻ പഠിച്ചാൽ മാത്രം മതിയോ? അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നത് എന്താണ്, ഈ ഓപ്ഷനെയാണ് പഠിപ്പിക്കുന്നത്. സോ ആ ഒരു സ്പെഷ്യൽ കേസ് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്. ഞങ്ങൾ മറ്റൊരു കോൺസെപ്റ്റും എന്ത് ചെയ്യുന്നില്ല, ഇത്രയും വർഷമായിട്ട് പഠിപ്പിക്കുന്നില്ല. ഞങ്ങൾ പഠിപ്പിക്കുന്നത് അതിൻ്റെ ബേസ് എന്താണ് നിങ്ങൾ പഠിക്കുക, ഓപ്ഷനാണ്. അപ്പോൾ ഓപ്ഷൻ നിങ്ങൾ പഠിക്കുക. ഓപ്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം. ഇനി മാർക്കറ്റിന് എന്താ പറയുക, വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്നും ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടേ ഇല്ലാത്ത മാർക്കറ്റിൽ വരെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, ട്രേഡ് ചെയ്യാം. ഓപ്ഷൻ എന്താണ് നടക്കുന്നത് നിങ്ങൾ അണ്ടർസ്റ്റാൻഡിങ്, പിന്നെ വേറെ എന്താ ആവശ്യമുള്ള ഇവിടെ? അതെ, ശരിയല്ലേ? അപ്പോൾ ഓപ്ഷൻ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് 2 ടൈപ്പ്, 2 പാരാമീറ്റേഴ്സ് നമുക്ക് അണ്ടർസ്റ്റാൻഡ്. ഒന്ന് പ്രൈസ് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. പ്രൈസിനോടെ തന്നെ കമ്പയർ ചെയ്തിട്ട് കാര്യമുണ്ടോ? എല്ലാവരും പ്രൈസ് അനാലിസിസാണ് നടത്തുന്നത്. ഞങ്ങൾ നടത്തുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് വിത്ത് ടൈം, ഓക്കെ, അല്ലെങ്കിൽ പ്രൈസ് വിത്ത് വോളിയം, പ്രൈസ് വിത്ത് ക്ലോക്സ്. അപ്പോൾ ഈ ഒരു 3 അല്ലെങ്കിൽ 2 കോൺസെപ്റ്റിൽ നമ്മൾ അനാലിസിസ് മാർക്കറ്റ് ചെയ്യുമ്പോൾ വി ക്യാൻ ഫൈൻഡ് ഇമോഷൻ. പ്രൈസിനല്ല നമ്മൾ പഠിക്കുന്നത്, അവിടെ ബയ്യൻ്റെ ഇമോഷൻ എന്താണ്, സെല്ലറിൻ്റെ ഇമോഷൻ എന്താണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ ഇമോഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അടുത്തൊരു ഓർഡർ ഫ്ലോയിൽ നോക്കുമ്പോൾ എന്ത് ലിസ്റ്റ്, ഓക്കെ ഞാൻ കണ്ടെത്തി എന്താണ്, ബയ്യറിൻ്റെ ഇമോഷനാണ് മാർക്കറ്റിൽ നടക്കുന്നത് കണ്ടെത്തി. രാവിലെ നോക്കിയപ്പോൾ ബയ്യറിൻ്റെ ഓർഡർ ഫ്ലോയിൽ ബയ്യേഴ്സ് വന്നിട്ടുണ്ട്. ഞാൻ വേറെ എന്തെങ്കിലും നോക്കേണ്ട ആവശ്യമുണ്ടോ? അതെ. എനിക്ക് ആവശ്യമുള്ളതും എൻ്റെ ടാർഗറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യുക, പോവുക. ഇനി അത് കഴിഞ്ഞിട്ടുള്ളൊരു മിഥ്യാധാരണ എല്ലാ കുട്ടികളുടെ ഇരിക്കുന്ന, അല്ലെങ്കിൽ പുതിയ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന വീഡിയോസൊക്കെ കണ്ടിട്ട് വരുന്ന ആൾക്കാർ ഇരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എൻട്രി പോയിൻ്റ് എന്നുള്ള സംഭവം ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മാർക്കറ്റ് ഒരിക്കലും എൻട്രി പോയിൻ്റ് തരില്ല. മാർക്കറ്റ് 2 കാര്യങ്ങൾ നമുക്ക് തരും. മോനെ, ടാർഗറ്റ് ഇവിടെ ഉണ്ട്, അത് നിനക്ക് എടുക്കാതിരിക്കാം. ബട്ട് സ്റ്റോപ്പ് ലോസ് ഞാൻ പറയുന്നത് തന്നെയാണ് സ്റ്റോപ്പ് ലോസ്, അതിനപ്പുറം വേറെ സ്റ്റോപ്പ് ലോസ് ഇല്ല. എൻട്രി നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ എടുക്കാം. കാരണം ഒരു 5 മിനിറ്റ്സിലോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും 5 മിനിറ്റ്സിലായിരിക്കും അവർ ഓർഡർ പഞ്ച്, അങ്ങനെയല്ല. ഒരു ഏരിയയിൽ അവർ ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു സെക്കൻഡ്സിലായിരിക്കും ഒരു സ്റ്റാക്കിൻ്റെ അകത്ത് ഒരു ഓർഡർ പഞ്ച് ചെയ്യുക. ഓക്കെ, ആ പഞ്ച് ചെയ്യുന്ന ഓർഡർ അനുസരിച്ചിട്ട് സ്റ്റാക്കിൻ്റെ വാല്യൂ അനുസരിച്ച് അത് എന്ത് ചെയ്യാം, ഇത്ര പോയിൻ്റ് ഉണ്ടാവും, ചിലപ്പോൾ ചെറിയ പോയിൻറ്റ്സ് ഉണ്ടാവും. ഇതിൻ്റെ 1:2 3 ആയിരിക്കും അവരുടെ ടാർഗറ്റ്. ബാക്കി കൊണ്ടുവന്ന ആരായിരിക്കും? ഈ റീറ്റെയിലേഴ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരും കൊണ്ടുപോയി. അപ്പോൾ നമുക്ക് 1:2 അല്ലെങ്കിൽ 1:3 ടാർഗറ്റിൽ ഇറങ്ങി വരാം. അവരുടെ എൻട്രി പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമുക്കൊരിക്കലും അവരുടെ എൻട്രി പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അവർ തരുന്ന ഒരു ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടും, ടാർഗറ്റ് ഇതാണ്, സ്റ്റോപ്പ് ലോസ് ഇതാണ്. ഇതിനിടയിൽ നമ്മൾ പുൾ ബാക്കിൽ അല്ലെങ്കിൽ ഇൻബാലൻസ് ഏരിയയിലാണോ എൻട്രി എടുക്കേണ്ടത്, UF ഏരിയയിലാണോ എൻട്രി എടുക്കേണ്ടതൊക്കെ ഡിസൈഡ് ചെയ്യേണ്ടത് അത് നമ്മുടെ കാര്യം. എപ്പോഴും നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത് എന്താണ്, എത്രയാണ് അതിൻ്റെ ടാർഗറ്റ് വരുന്നത്, എത്രയാണ് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്നത്, സ്ട്രാറ്റജി വന്നിട്ട് ഓർഡർ ഫ്ലോ കൺഫർമേഷൻ ഇൻഡിക്കേഷൻ നമുക്ക് തന്നിട്ടുണ്ടോ, അനാലിസിസ് ചെയ്തിരിക്കുന്ന കറക്റ്റായിട്ട് ഉള്ള ഡയറക്ഷനിലേക്കാണോ ഈ ഓർഡർ ഫ്ലോയിൽ ഇൻഫർമേഷൻ നമുക്ക് തന്നിരിക്കുന്നത് അല്ലെങ്കിൽ കൺഫർമേഷൻ തന്നിരിക്കുന്നത്, എൻട്രി എടുക്കുക, പേടിക്കരുത്. എല്ലാവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കുട്ടികൾ ഞാൻ കണ്ടിട്ടുള്ളത് 2-3 ക്യാൻഡിനുള്ളിൽ അവർക്ക് പ്രോഫിറ്റ് അടിക്കണം, അല്ലെങ്കിൽ അവർക്ക് പറ്റില്ല. നമ്മൾ വെയിറ്റ് ചെയ്യുക, ചിലപ്പോൾ 1 മണിക്കൂറോ 1 മണിക്കൂറൊക്കെ എടുത്തിട്ടായിരിക്കും പിന്നെ ഷൂട്ടിംഗ് തുടങ്ങുക മാർക്കറ്റ്. ഓക്കെ, അതൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ആ ടാർഗറ്റിൽ ഇറങ്ങിപ്പോയി. ഇനി ചില കുട്ടികൾ ഞാൻ കണ്ടൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാർഗറ്റ് ആയാലും ഇറങ്ങില്ല. അല്ല, ഇതൊരു പച്ച ക്യാനിൽ ഇത്രയും വന്നല്ലോ സാറേ, ഞാൻ ക്യാനിൽ പോലും നോക്കാറില്ല, അത് വേറെ ആണെങ്കിൽ. അല്ലെങ്കിൽ ഇത്രയും ഇൻബാലൻസ് ഉള്ളൊരു ക്യാനിൽ, ഇത്രയും ഡെൽറ്റ വന്ന ഇത്രയും വലിയൊരു ക്യാനിൽ ഇനി ഇത് മേലോട്ട് പോകാനുള്ള ചാൻസ് കൊട്ടു കൊടുക്കണം. പിന്നെ കാര്യം റീസൺ അറിയാമോ, ഇവിടെ തൻ്റെ ടാർഗറ്റ് എത്തി, ഇറങ്ങി പൊയ്ക്കോ. നല്ലൊരു മണി മാനേജ്മെൻറ്റ് കയ്യിലുണ്ടോ, ആ ക്യാഷ് എടുത്തുകൊണ്ട് മാറിക്കോ.
അല്ലാണ്ട് ഇനിയും പോകും അല്ലെങ്കിൽ ഇനി സ്റ്റോപ്പ് ലോസ് ഒരിക്കലും അടിക്കില്ല എന്നുള്ള ഒരു നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടല്ലോ, അതാണ് ഏറ്റവും കാരണം അതിന് റീസൺ ഇത്രയേ ഉള്ളൂ സാറേ. ഇതിൻ്റെ അകത്ത് പ്രോബിലിറ്റി ഗെയിമാണ് അല്ലേ, പ്രോബിലിറ്റി ഗെയിമാണ്. ഔട്ട്കം എപ്പോഴും 50-50 ആയിരിക്കും. നമ്മൾ അനാലിസിസ് കൂടെയാണ് അതിന് 90%-ഉം 85%-ഉം ഉള്ള സക്സസ് റേറ്റ് ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് മാറ്റുന്നത്. ശരിയല്ലേ? അതാണ് വരുന്നത്. ഔട്ട്കം എപ്പോഴും എന്തായിരിക്കും, അതായത് 15:2 അല്ലെങ്കിൽ 50% ഔട്ട്കം ആയിരിക്കും. നമ്മളത് അനാലിസിസ് കൊണ്ടും നമ്മുടെ എന്താ പറയുക നമ്മളിരിക്കുന്ന ടൂൾസ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് 85 ഒക്കെ ആക്കുക. സോ അത് എടുക്കുമ്പോൾ അത് 100 തരുന്നിടത്ത് നമ്മൾ 50 എടുത്ത് മാറാനുള്ള ഒരു എന്താ പറയുക ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. പിന്നെ ഒന്നുണ്ട്, കുറച്ചുകൂടെ നിങ്ങൾ പ്രോ ആയിക്കഴിഞ്ഞു, ഒരു ലെവലും ഇട്ട് നിങ്ങളുടെ ഫണ്ടൊക്കെ ആയിട്ട് ഒരു പ്രോ ലെവലിലോട്ട് വന്നു കഴിഞ്ഞാൽ ബാലൻസ് ടു ഇൻബാലൻസ് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. അത് ബട്ട് അതിനൊരു മാനസികാവസ്ഥ നമ്മൾ അത്രയും ബിൽഡ് ചെയ്തിരിക്കണം. കാരണം ഇന്ന് നോക്കുമ്പോൾ 1000 ലോസ് ആയിരിക്കും, നാളെ നോക്കുമ്പോൾ 5000 പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഹാപ്പി ആയിരിക്കും. പിറ്റേ ദിവസം നമുക്ക് 5000 ലോസ് ആയിരിക്കും. ഓക്കെ, ബട്ട് അറ്റ് ലാസ്റ്റ് എന്തായാലും നമ്മൾ വിൻ ചെയ്യും. കാരണം മാർക്കറ്റ് എപ്പോഴും ഒരു ബാലൻസ് ചെയ്ത ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് പോകാൻ നോക്കും, ഒരു ഇൻബാലൻസ് ചെയ്തിരിക്കുന്ന ഏരിയയിലോട്ട് പോയി ബാലൻസ് ചെയ്യാൻ ശ്രമിക്കും. അതുവരെ ടാർഗറ്റ് വരും. ബട്ട് ഇതിനിടയിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ എടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അത് ഇൻട്രാഡേ ബേസിൽ മാത്രമല്ല ഞാൻ പറയുന്നത്, പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഏറ്റക്കുറച്ചിൽ എടുക്കാനായിട്ട് നമ്മൾ പ്രിപ്പയർ ആയിട്ട് ഇരിക്കണം. ഓക്കെ, അത് പ്രോബിലിറ്റി ഗെയിം എന്ന് മാത്രം പറയാൻ പറ്റില്ല. അതെന്ന് പറയുന്നത് നമ്മുടെ അനാലിസിസ് അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു തനതായ സ്വഭാവം അങ്ങനെയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, ഒരു 5 ദിവസം മുന്നേ ആണല്ലേ നമ്മുടെ മാർക്കറ്റ് വലിയ രീതിയിൽ ഫോളോ ചെയ്തിട്ട് വന്നിട്ട് ചെയ്തത്. ഞങ്ങളുടെ പറയുകയാണെങ്കിൽ എ പീരീഡ് എന്ന് പറയും. ഓക്കെ, എ പീരീഡ് മുഴുവൻ ഇംബാലൻസ് ആയിട്ടിരിക്കുക, ഒരു ബയർ പൊസിഷൻ നമുക്ക് കിട്ടി. അതിപ്പോഴും ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇന്ന് വെച്ചിരിക്കുന്ന ORR എന്ന കോൺസെപ്റ്റാണ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഞാൻ ബാങ്ക് നിഫ്റ്റിയുടെ ബേസിൽ പറയുകയാണ്. ORR കോൺസെപ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇറങ്ങി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ആക്ച്വലി മാർക്കറ്റ് എന്താ ചെയ്യാൻ പോകുന്നത്, ഏപ്രിലിരിക്കുന്ന ഇൻബാലൻസ് മുഴുവൻ മാർക്കറ്റ് എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ അത് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ആദ്യം ഒരു ഫണ്ടിൻ്റെ ബാക്കപ്പ് വേണം, അത്രയും മണി മാനേജ്മെൻറ്റ് ചെയ്ത ബാക്കപ്പ് വേണം, അത്രയും കോൺഫിഡൻസ് നമ്മുടെ കൺസെപ്ഷനോട് വരണം. അത് എത്തുന്നത് വരയ്ക്കും നമ്മൾ എന്ത് ചെയ്യുക, 1:2 3 ഇറങ്ങിപ്പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബാച്ചിൽ ഒരു 10 പേരാണ് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ 10 പേരെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നത്? ഞാൻ പഠിപ്പിക്കുന്ന ഓപ്ഷൻ തിയറിയാണ്. ഓപ്ഷൻ തിയറി എല്ലാവരും ഒരേപോലെ അത് എടുക്കണമെന്നില്ല. ഓക്കെ, ഞങ്ങൾ എന്തുകൊണ്ടാണ് ഫീസ് തിരിച്ചു കൊടുക്കുന്നതിന് റീസൺ പറഞ്ഞതും ഇതാണ്. ഞങ്ങൾ വരുന്ന കുട്ടികളുടെ എല്ലാവരും പലയിടത്തും പോയി പഠിച്ചിട്ട് വരുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ അവിടെ വരുന്നത്. ഒരു സ്ട്രാറ്റജി പഠിക്കുന്നു, ഇവിടുന്ന് ഗുഡ് ബൈ പറയുന്നു, കുറച്ച് ദിവസം ക്യാഷ് കിട്ടുന്നു, ട്രാപ്പ് അടിക്കുന്നു, പോകുന്നു, ആ ഒരു കൺസെപ്റ്റിലായിരുന്നു. ആക്ച്വലി ഇങ്ങനെയല്ല ഇവിടെ വരുന്നത്. ഈ 10 കുട്ടികൾ വരികയാണെങ്കിൽ 10 കുട്ടികൾക്ക് 150 ഡൗട്ട്സ് ഉണ്ടാവും. ഈ 150 ഡൗട്ട്സ് അവർക്ക് ക്ലിയർ ആയില്ലെന്നുണ്ടെങ്കിൽ ഈ കോൺസെപ്റ്റ് അവിടെ കയ്യിൽ കിട്ടില്ല. 10 കുട്ടികൾ ഇരിക്കുമ്പോൾ ഈ 10 കുട്ടികളിൽ ഒരു 5 കുട്ടികൾക്കെങ്കിലും ഓപ്ഷൻ തിയറിൻ്റെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 5 കുട്ടികൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ 5 കുട്ടികളെ കൺവേർട്ട് ചെയ്യും. ഞാൻ തന്നെ അവിടെ എഫേർട്ട് എടുക്കേണ്ടി വരുന്നില്ല. ഓക്കെ, അതേസമയം സാറൊന്ന് ആലോചിക്കും, ഒരു 50 പേരടങ്ങ് ഞാൻ വലിയൊരു ക്ലാസ് എടുക്കുകയാണ്, ഞാൻ അവിടെ നിന്ന് സ്റ്റേജിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് പോയി അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയി, ഈ 50 പേര് എങ്ങനെ ഞാൻ മോണിറ്റർ ചെയ്യും? ഇവർ തമ്മിൽ എങ്ങനെ കമ്മ്യൂണിറ്റ് ചെയ്യും? ഗ്രൂപ്പിൽ അവർ കമ്മ്യൂണിക്കേഷൻ ചെയ്യണമല്ലോ സാർ. പേഴ്സണലി അവർ പലപ്പോഴും നമ്മുടെ ഗ്രൂപ്പിലായിരിക്കും പേഴ്സണലി, അവരെങ്ങനെ ചെയ്യുക? ഇല്ല. പിന്നെ ഓപ്പണായിട്ട് പറയാം സാർ, മാർക്കറ്റ് പ്രൊഫൈൽ അല്ലെങ്കിൽ ഓപ്ഷൻ തിയറി പഠിക്കാനായിട്ട് ടഫാണ്. അതിന് റൈറ്റ് വേയിൽ പഠിക്കാൻ ടഫാണ്. 3 വര ഞങ്ങൾ പറയുന്നൊരു ഡയലോഗാണ്, 3 വര വരച്ചുള്ള മാർക്കറ്റ് പ്രൊഫൈൽ പഠിക്കാൻ ഈസിയാണ്. ഓക്കെ, അതിൻ്റെ അകത്തുള്ള ലോജിക് പഠിച്ചെടുക്കാനായിട്ട് ടഫാണ്, ഇത്തിരി പാടാണ്. അപ്പോൾ ഞാൻ എടുക്കുന്ന എഫേർട്ട് 10 പേരിലെത്തുമ്പോൾ നന്നായിട്ട് അവർക്ക് മനസ്സിലാവും. ഓക്കെ, അതേസമയം ഞാൻ 50 പേർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴോ എല്ലാവരും എനിക്ക് നോക്കാൻ പറ്റും? ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10 പേരിൽ ഞാനിപ്പോൾ കാണും, ഞാൻ ഇത്രയും വർഷം എക്സ്പീരിയൻസിൽ ഞാൻ പറയണം, ആരൊക്കെയാണോ നോട്ട് എഴുതി ആ നോട്ട് നോക്കി ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ കുട്ടികൾക്ക് നോട്ട് കൊടുക്കില്ല. കാരണം വായിച്ച് തിയറി പഠിക്കാനുള്ളതല്ലേ അത്. ഓക്കെ, അവർ നോട്ട് എഴുതി അവർ അതിൻ്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്തിട്ട് അത് മാർക്കറ്റിലേക്ക് അവർ വാച്ച് ചെയ്ത കുട്ടികൾക്കെല്ലാം ഇന്നും അന്നും അവർ ഈ മാർക്കറ്റ് പ്രൊഫൈൽ വിട്ടിട്ടില്ല. 3 വരെയാണ് മാർക്കറ്റ് പ്രൊഫൈൽ എന്നുള്ള എഫേർട്ട് എടുക്കാത്ത ആൾക്കാർ മാർക്കറ്റ് പ്രൊഫൈൽ കൊള്ളില്ല എന്ന് പറഞ്ഞു പോവാം, അല്ലെങ്കിൽ ഓപ്ഷൻ തിയറി കൊള്ളില്ല എന്ന് പോവാം. പിന്നെ ഇവരെന്താ സംഭവിക്കുന്നത് അറിയാമോ? ഇത്ര വർഷത്തെ എക്സ്പീരിയൻസിൽ പറയാനുണ്ടോ, ഒരു 2 വർഷമൊക്കെ കഴിയുമ്പോൾ പിന്നെയും തിരിച്ച് ഇതിലേക്ക്, സാർ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇരുന്നാലോ? ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും, സാർ ഒന്നുകൂടെ നമുക്കൊന്ന് ഇരിക്കാം, ആ ബാച്ചിനെ ഇപ്പോൾ റണ്ണിങ് ഇരിക്കുന്ന ബാച്ചിൽ ഞാൻ കേട്ടും. അപ്പോൾ പറയുന്ന രീതിയിൽ അവരെന്ത് ചെയ്യും, നോട്ട് എഴുതുന്നുണ്ട്,
വാച്ച് ചെയ്യുന്നുണ്ട്. കാരണം വിഷ്വൽ എക്സ്പീരിയൻസ് മസ്റ്റാണ് നമുക്ക്. ഓക്കെ, ഓക്കെ വാച്ച് ചെയ്യുന്നുണ്ട്, നോട്ട് എഴുതുന്നുണ്ട്, അത് കറക്റ്റാണെന്ന് കറക്റ്റായിട്ട് നമുക്ക് ചിലപ്പോൾ എല്ലാം ഇപ്പോഴും അറ്റ് എ ടൈമിൽ നമുക്ക് നോക്കാൻ പറ്റിയില്ലെങ്കിൽ നോക്കുമ്പോൾ ശരിയാണ്, ഓക്കെ കറക്റ്റാണ്, ഓക്കെ ഫോളോ ചെയ്തോ, നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം തിയറി നമ്മൾ എവിടെ കാണണം, പ്രാക്ടിക്കലായിട്ട് കാണണം. അതാണ് ഓക്കെ മാർക്കറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ ഒരു ഡ്യൂറേഷനും അതുപോലെ ഫീസ് സ്ട്രക്ചർ അങ്ങനെ. സോ ഞങ്ങളുടെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ 2 രീതിയിലുള്ള ഫീസ് സ്ട്രക്ചർ ഉള്ളൂ. അതിൽ പിന്നെ ഒരു എൻട്രി ഫീസ് സ്ട്രക്ചർ, നമ്മളെക്കുറിച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു ഫീസ് സ്ട്രക്ചറും കൊടുക്കുന്നുണ്ട്. 199 രൂപയ്ക്ക് മുതൽ പഠിക്കാം. 199 വേറെ 199 രൂപയ്ക്ക് മുതൽ പഠിക്കാൻ പറ്റും. ഓക്കെ, അത് വെറുതെ ഒരു വെബിനാർ നടത്തുന്ന പോലെയോ അങ്ങനെ ഒരു മണിക്കൂർ പഠിച്ചിട്ട് ഇനി മുതൽ എൻ്റെ കോഴ്സ് ഇതൊക്കെയാണെന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള 199 അല്ല. 5 സ്ട്രാറ്റജി ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഈ 199 5 സ്ട്രാറ്റജി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇൻട്രാഡേയിൽ അവർക്കത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇൻട്രാഡേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 5 സ്ട്രാറ്റജിയും അതും 6 മണിക്കൂർ ക്ലാസ് എടുത്താൽ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, മാർക്കറ്റ് പ്രൊഫൈലിൻ്റെയും ഉണ്ടാവും, ഓർഡർ ഫ്ലോയുടെയും ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് പഠിച്ച് അണ്ടർസ്റ്റാൻഡ് ആയിട്ട് പിന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ തിയറി താല്പര്യമുണ്ട്, ഓക്കെ ആണോ, വന്നോളൂ. ഇവിടെ എന്തായാലും പഠിച്ചാൽ ഫ്രീ ആണല്ലോ, നമുക്ക് പഠിച്ചോളൂ. നമുക്ക് ആ ഗ്യാരണ്ടി 100% ഫീസ് ഗ്യാരണ്ടി ഒന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ കാശ് തിരിച്ചു കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനപ്പുറം ഒന്നും ഇതിനകത്ത് ഇല്ലല്ലോ. തീർച്ചയായിട്ടും നമുക്ക് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത്രയും ഗ്യാരണ്ടി ഞാൻ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ടൈം എടുക്കും കേട്ടോ, പഠിക്കാൻ വേണ്ടിയുള്ള ടൈം വേണ്ടി വരും. ഇപ്പോൾ നമ്മളിപ്പോൾ അക്കാഡമി ഈ ഒരു ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ബൈജുവിൻ്റെ ലൈഫിൽ മറക്കാനാവാത്ത അനുഭവങ്ങൾ അല്ലെങ്കിൽ മേജർ ടേണിംഗ് പോയിന്റുകൾ അതെന്തൊക്കെയാണ്? ഗോൾഡാണ്. അതെങ്ങനെ? അതിനെ പഠിപ്പിച്ചെന്ന ആളിനെ ഞാൻ ഇവിടെ പറയാൻ പറ്റില്ല. ഓക്കെ, ആ പഠിപ്പിച്ചെന്ന ആളുടെ എനിക്ക് വളരെയധികം സീരിയസ്ലി ഐ എം സ്റ്റേയിങ്. ഓക്കെ, ബിക്കോസ് നന്ദിയുള്ളൊരു കാര്യമാണ്. ബിക്കോസ് എൻ്റെ 1 രൂപ വന്നു കഴിഞ്ഞാൽ ആളെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പിടിച്ചുകൊണ്ട് പോകും, തരില്ല. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊരു എമൗണ്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ആ ക്യാഷ് എൻ്റെ കയ്യിൽ തരില്ല. കാരണം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്, എൻ്റെ കഴിക്കുന്ന ആൾ എൻ്റെ നിന്ന് വാങ്ങിക്കൊണ്ട് പോയിട്ട് പഴയ ഗോൾഡ് അല്ലെങ്കിൽ അന്ന് ഏറ്റവും കൂടുതൽ പണിക്കൂലി കുറവുള്ള ജ്വല്ലറി നോക്കിയെടുക്കും. പത്രത്തിലൊക്കെ നോക്കി ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചു, GST മാത്രം കൊടുത്താൽ മതി എന്നൊക്കെ ഓഫർ ആ ഒരു 5000 ഒക്കെ നിന്ന സമയത്തൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ആളെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ഫീസെല്ലാം കളക്ട് ചെയ്ത് എല്ലാം ഫീസായാലും ട്രേഡിങ്ങിനുള്ള വരുമാനമായാലും വിഡ്രോ അടിച്ചിട്ട് പിറ്റേ ദിവസമായിട്ട് എല്ലാം നോക്കിയൊക്കെ വെച്ചിട്ട് എന്നെ കൊണ്ട് ഗോൾഡ് വാങ്ങിപ്പിക്കും. അന്ന് മുതൽ ഗോൾഡ് വാങ്ങിയ. എത്ര വർഷം മുന്നേ? ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ മുതൽ വേണമെങ്കിൽ പറയാം, ഒരു ഇപ്പോൾ 4 വർഷമാവും, 4-5 വർഷമാവുന്നുള്ളൂ. അപ്പോൾ അതുമുതൽ ഞങ്ങൾ ഗോൾഡ് വാങ്ങി. കാരണം 2200 രൂപ മുതലുള്ള ഗ്രാമിനുള്ള ഗോൾഡ് വാങ്ങിയിട്ടുണ്ട്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഈ ജ്വല്ലറിയൊക്കെ ഒത്തിരി ഓഫർ ഇടും, പണിക്കൂലി വളരെ കുറവ്, 1% പണിക്കൂലിയൊക്കെ പറഞ്ഞിട്ട് ഓഫർ ഇടാറുണ്ട്. അവിടെ പോയി ഗോൾഡ് വാങ്ങും. ഈ മോഡലൊന്നും കാണില്ല കേട്ടോ, ഗോൾഡ് വാങ്ങും. എന്നിട്ട് അടുത്ത പരിപാടിയാണ് ഇതിൻ്റെ ഏറ്റവും ഞാൻ അന്ന് എനിക്ക് എന്താണ് ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ക്യാഷ് വരുന്നതുകൊണ്ട് പിന്നെ അത് വലിയ കാര്യമായിട്ടില്ല, വിഷമം ഉണ്ടായിരുന്നു. ഇത് എന്നാത്തിനാണ് ഇതിങ്ങനെ ചെയ്യുന്നത്, നമ്മൾ ഇന്നലെ നമ്മൾ ഇടുന്നില്ല എന്നുണ്ട്. എന്നെ കൊണ്ട് എന്നാ ചെയ്യിപ്പിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് കൊണ്ട് KSFക്കകത്ത് പണയം വയ്ക്കും. കാക്കനാട് ബ്രാഞ്ചിലാണ് എൻ്റെ, ഈവനിങ് ബ്രാഞ്ചിലാണ്. അന്ന് ബിജു സാറായിരുന്നു അവിടെ. അന്ന് വരുമ്പോൾ അവർക്ക് ഈ പറയുന്ന പ്രീമിയം എന്ന് പറയുന്ന പരിപാടിയൊന്നും ഇല്ലായിരുന്നു. സാധാരണ ഒരു ഗോൾഡ് ലോൺ മാത്രമാണ് ഉണ്ടായിരുന്നത്. 9% ആണ് അവൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്. ഷെയർ ഇറങ്ങി നിൽക്കുമ്പോൾ ഗോൾഡ് വില കയറും. അതൊരു പാറ്റേൺ ഉണ്ട്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ ഗോൾഡ് വില അങ്ങോട്ട് കയറാൻ തുടങ്ങിയില്ലയോ, പുതുക്കലോട് പുതുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഫണ്ട് കയ്യിൽ വരും അല്ലേ. ഓക്കെ, ആ ഫണ്ട് മേ ബി ട്രേഡിലോട്ട് മാറും അല്ലെങ്കിൽ എക്സ്പെൻസിലോട്ട് മാറും. ഒരു ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, പോകാൻ പറ്റിയായിരുന്നു. വളരെ ഫ്രീ ആയിട്ട്. ചില ആപത്ത് ഘട്ടങ്ങൾ, അത് മീൻസ് നമുക്കൊരു ചില പൊസിഷൻസ് ഒക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അക്കൗണ്ടിൽ നോക്കി കഴിഞ്ഞാൽ ഡിമാറ്റ് അക്കൗണ്ടിൽ ക്യാഷ് കാണില്ല. സ്വാഭാവികമാണ്, ട്രേഡിനെ സംബന്ധിച്ചുള്ള വരുന്ന ഒരു ഇതാണ്. നമ്മുടെ അക്കൗണ്ടിൽ നോക്കി കഴിഞ്ഞാലും ചിലപ്പോൾ ക്യാഷ് ഉണ്ടാവില്ല. ആ ടൈമിലായിരിക്കും ഗോൾഡിൻ്റെ വില അങ്ങോട്ട് കയറി നിൽക്കുന്നത്. ജസ്റ്റ് ഒന്ന് പോയിട്ട് ഒന്നൊരു പുതുക്ക് വെക്കും, കയ്യിൽ കിട്ടേണ്ട ക്യാഷ് കിട്ടും. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഞാനിതൊരു ഫണ്ണായിട്ട് പറഞ്ഞെങ്കിലും ആ ഒരു കാര്യം ചെയ്ത് തുടങ്ങി വന്നപ്പോൾ ഒരു നമ്പർ ഓഫ് എമൗണ്ട് നമ്മളിൽ അക്യുമുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് എമൗണ്ട് മീൻസ് ഗ്രാം അക്യുമുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പൊട്ടിയുന്ന സമയത്തേക്ക് ഇതാണ് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. അറിയാം, ഫുൾ 2024 ബൈജു പിടിച്ചു നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മെയിൻ പോയിന്റ് ഗോൾഡാണ്. അതിന് താങ്ക്സ് പറയേണ്ടത് കാക്കനാട് ബ്രാഞ്ചിലെ സ്റ്റാഫ്, ഗോൾഡ് സെക്ഷനിലല്ല ഇരിക്കുന്ന ഇതേപോലെ ഒരു സഹകരണമുള്ളൊരു സ്റ്റാഫ് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സ്ഥാപനം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതിപ്പോഴും ഇത്രയും വർഷമായിട്ട് അവരത് KSFയുടെ ഇത്രയും ഇതായിട്ട് ഇത്രയും വർഷമായിട്ട് അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് വലിയ കാര്യം. അവരും അതിൽ പാലായിട്ടും ബ്രാഞ്ചിൽ
പലവട്ടം ബ്രാഞ്ചുണ്ട് KSFIയുടെ, അവിടെ ഉള്ള സ്റ്റാഫ് ഗോൾഡ് ലോണൊക്കെ ഇരിക്കുന്നവരുണ്ട്. അവർ തരുന്ന വലിയൊരു സപ്പോർട്ടൊക്കെ ഉണ്ട്. നമ്മൾ പിന്നെ എന്ന് പറഞ്ഞാൽ തല കാണുമ്പോൾ അറിയാം, ഒന്ന് ഗോൾഡ് പുതുക്കാൻ അല്ലെങ്കിൽ ഗോൾഡ് വയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് എനിക്ക് വരുന്ന ബാലൻസ് ഷീറ്റിൽ ഞാൻ ഗോൾഡ് വാങ്ങി അത് പണയമായിട്ട് വയ്ക്കും. അസറ്റാണെന്ന് ചോദിച്ചാൽ അസറ്റാണ്. ഇനിയൊരു ആവശ്യം വന്നിട്ട് വിൽക്കാനാണെങ്കിൽ ഒരു 2,000-3,000 റുപ്പീസിൻ്റെ ഗ്യാപ്പ് അവിടെ ഉണ്ടാവും നമുക്ക്. സാർ നമ്മൾ ഗോൾഡ് ഇപ്പോൾ ഒരു 14,000, ഇന്ന് 14,000 സംതിങ് റുപ്പിയ ഉണ്ട്. നമ്മൾ ഗോൾഡ് പണയം വയ്ക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു 10,000 സംതിങ് ആയിരിക്കും കിട്ടുക. അപ്പോൾ 3,000 റുപ്പീസിൻ്റെ ഗ്യാപ്പ് എപ്പോഴും അവിടെ ഉണ്ട്. അപ്പോൾ ഒരു ഇതാണ് ഒരു 1,00,000 രൂപയുടെയൊക്കെ വ്യത്യാസം പ്രശ്നം. അവിടെ ഗോൾഡ് എടുത്ത് വെക്കാം, അല്ലെങ്കിൽ ഒന്ന് പുതുക്കി വെക്കാം. കാരണം കച്ചവടമാകുമ്പോൾ എപ്പോഴും ക്യാഷ് വന്നും പോയി നിൽക്കും. അപ്പോൾ ആ ഒരു വലിയ സപ്പോർട്ടാണ്. ഇപ്പോൾ ഇത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ പഠിക്കാൻ വരുന്ന കുട്ടികളുടെ അടുത്ത് പറയാറുണ്ടോ? ഉറപ്പായിട്ടും 6,000 ആയില്ലയോ ഗോൾഡ് ഒന്ന് കയറി ഒന്ന് 6,000 ആയിട്ട്. അപ്പോഴേ കുട്ടികളുടെയൊക്കെ അതിന് മുന്നേ ഞാൻ പറയാറുണ്ട്, എല്ലാ കുട്ടികളും പറയും, നിങ്ങളുടെ ഇരിക്കുന്ന എത്ര രൂപ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഗോൾഡ് വാങ്ങുക, കൊണ്ട് പണയം വയ്ക്കുക. കാരണം നിങ്ങൾ 9% ആയിരിക്കും അല്ലെങ്കിൽ 8% ആയിരിക്കും പലിശ കൊടുക്കുക. അത് നിങ്ങളുടെ ഇയർലി റിട്ടേൺ വരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായിട്ടും അത് ലാഭമായിട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ. ഞാൻ എപ്പോഴും അവരുടെ അടുത്ത് പറയാറുണ്ട്. എന്താ സംഭവിച്ചെന്ന് അറിയാമോ? 6,000 ആയപ്പോൾ ഞാൻ മാൻഡ്രേറ്റ് എല്ലായിടത്തും പറഞ്ഞിരുന്നു. ആ ബാച്ചിലിരുന്നവരും പഴയ ബാച്ചിലോട്ടും പറഞ്ഞിരുന്നു 13 വരും, നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അതിലൊരു 16ഓളം കുട്ടികൾ ചെയ്തായിരുന്നു. 16ഓളം കുട്ടികൾ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദൂരമുള്ള ആൾക്കാരുടെ അവർ നമ്മുടെ ഇടയിൽ തന്നെ ഗോൾഡ് എടുക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. പഠിക്കാൻ വന്ന കുട്ടികളുടെ തന്നെ ഗോൾഡ് എടുക്കുന്നത്. അവർ നമ്മൾ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ അവർ നടത്തിയായിരുന്നു. പിന്നെ പറഞ്ഞായിരുന്നു കൃത്യമായിട്ട് ടാക്സ് എന്ത് ചെയ്യുക, നിങ്ങൾ അടയ്ക്കുക. കാരണം ഗോൾഡ് ലോൺ ആയിരിക്കുമ്പോൾ ടാക്സ് വരുന്നില്ല. ബട്ട് നിങ്ങൾ വിൽക്കാൻ പോകുമ്പോൾ എന്തായാലും അതിൽ ടാക്സ് ഉണ്ട്. ക്യാപിറ്റൽ ഗെയിനിൻ്റെ ടാക്സ് നിങ്ങൾ കറക്റ്റായിട്ട് അടയ്ക്കുക. എന്നാലും അവർക്ക് നഷ്ടമില്ല. ഇപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ 20% സംതിങ് അല്ലേ വരുന്നത് സാർ. അതെ, അത് അടച്ചാലും അവർക്ക് നഷ്ടമില്ല. സോ അത് ഞാൻ കുട്ടികളോട് എപ്പോഴും പറയും. ഇപ്പോൾ വരുന്ന കുട്ടികളോട് എൻ്റെ സാർ എൻ്റെ ഒരു 10 ലക്ഷം ഉണ്ട്, ഇവിടെ ഒരു കാര്യം ചെയ്യടോ, ആദ്യം പോയി ഏറ്റവും നല്ലൊരു ഗോൾഡ് സ്കീമിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഗോൾഡ് വാങ്ങി ചെയ്യും. ഏറ്റവും ബെസ്റ്റ് അതാണ്. ഒരു മെറ്റൽ അസറ്റ് നമുക്ക് വേണം, ഷെയർ ബേസ്ഡുള്ള അസറ്റ് വേണം. അതെന്ന് പറയുമ്പോൾ വോളറ്റിലിറ്റിയാണ്, ഒരു അസറ്റ് വേണം. അതേപോലെ തന്നെ നമുക്കൊരു ലാൻഡ് അസറ്റ് നമ്മുടെ കയ്യിൽ വേണം. ഒരു സ്ഥാപനം എന്ന് പറയുന്നത് അസറ്റാണ്, അത് ഒരു നല്ലൊരു അസറ്റാണ്, നമുക്ക് വരുമാനം കിട്ടുക. അങ്ങനെ 3-4 അസറ്റായിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോ എന്ത് ചെയ്യണം സാർ എപ്പോഴും എടുക്കാം. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്നത് എനിക്ക് ലിക്വിഡ് ക്യാഷ് നമ്മുടെ ഉണ്ടാവില്ല. കുഴപ്പമില്ല, വെയിറ്റ് ചെയ്തോ. ഇവനില്ലെങ്കിൽ ഒരു പരിധി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുമോ, റിട്ടേൺ തന്നു തുടങ്ങും. അന്ന് നിങ്ങളുടെ ക്യാഷ് വരും. ബട്ട് ഇന്നെ നായിട്ട് നാളെ തന്നെ അത് ക്യാഷ് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമില്ല. ലിക്വിഡ് ക്യാഷ് നമുക്ക് വേണം. അതൊരു അത് എന്താ പറയുക, ഇൻഷുർഡാണ്. നമുക്ക് എപ്പോഴും ഒരു ഇൻഷുറൻസ് ആണ്, നമ്മളറിയാൻ നമുക്ക് കിട്ടുന്ന ഒരു ഇൻഷുർ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻ്റ് ആണ് ലിക്വിഡ് ക്യാഷ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇരിക്കുമ്പോൾ. ബട്ട് അത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ടൈം കൊടുക്കുക. ചില ആൾക്കാർ നമുക്ക് പോയി കടം ചോദിക്കുമ്പോൾ എന്നാ പറയുക, ഇപ്പം എൻ്റെ കയ്യിൽ കാശില്ല. പക്ഷേ അസറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവും. ഇപ്പം അവർ ചെയ്യുന്നത് ശരിയാണ്. കാരണം അവരുടെ ഇരിക്കുന്ന ലിക്വിഡ് ക്യാഷ് എപ്പോഴും എന്ത് അവർ ചെയ്യും, ഇതേപോലെ ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടാവും. അത് ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് തിരിച്ച് ലിക്വിഡ് ക്യാഷായിട്ട് തന്നെ ആയിരിക്കും വരിക. നമ്മളെപ്പോഴും ഇരിക്കുന്ന ക്യാഷ് ഈ രീതിയിൽ ചെയ്യുക. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുകയെന്ന് വിചാരിക്കുക. ഞാൻ എൻ്റെ കമ്പനിയിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ മുഴുവൻ ക്യാഷുമായിട്ട് എടുക്കില്ല, ഞാൻ ഈ രീതിയിലായിരിക്കും ചെയ്യുക. ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം വന്നു, നമുക്ക് പ്രോബിലിറ്റി ആണല്ലോ, നമുക്ക് എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആണ് നോക്കുക. ഒരു പ്രോബ്ലം വന്നു, ഓക്കെ കുഴപ്പമില്ല, ഗോൾഡ് വില ഇന്ന് 14,000 സംതിങ് ഇരിപ്പുണ്ട്, അത് 24,000 ആയി എന്ന് കരുതിക്കോളൂ. എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഗോൾഡ് എടുക്കുക, വിൽക്കുക, ക്യാഷ് കൊടുക്കുക, കമ്മിറ്റ്മെൻറ്റ് തീർന്നില്ലേ? പോട്ടെ, എനിക്ക് അത്രയും രൂപ എത്തിക്കാൻ പറ്റില്ലെങ്കിൽ എനിക്കൊരു പകുതി പൈസയുടെ ക്യാഷ് അവിടെ നിന്ന് കിട്ടില്ലേ, ഹാപ്പി. സോ എപ്പോഴും അസറ്റ് എന്ത് ചെയ്യുക സാർ, ഇതിട്ട് കൊടുക്കുക. ഇനി എന്തൊക്കെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ്? ഒരു 5,000 സ്ക്വയർ ഫീറ്റിലോട്ട് പെട്ടെന്ന് തന്നെ മാറുക. അപ്പോൾ അവിടെ എല്ലാവർക്കും ഇനിയും ഫ്രീ ആയിട്ട് വന്നിരുന്ന് ട്രേഡ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടും അവർക്ക്. ഫ്രീ ആയിട്ട് തന്നെ, അത് ഈ ഒരു രീതിയിലുള്ള ഫ്രീ ആയിട്ടുള്ള ഇതായിട്ട് ഫ്രീ എന്ന് പറയാം, അത് ആ രീതിയിലുള്ള അവർക്ക് കിട്ടും. നെക്സ്റ്റ് പുതിയ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്ത് എല്ലാവരുടെയും വളരെ വിഷമം നൽകുന്നൊരു സംഭവമുണ്ട്. ഓപ്ഷൻ മാത്രം അറിയുന്ന കുട്ടികളെ ഉള്ളൂ. അവർക്ക് അറിയാമെന്നുള്ളത് ഓപ്ഷൻ ബൈങ് മാത്രമേ അറിയാവൂ. ഓപ്ഷൻ ബൈങ്, സ്റ്റോക്കോ ഫ്യൂച്ചറോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കുട്ടികളുണ്ട്. ഓക്കെ, സോ ഈ 5,000 സ്ക്വയർ ഫീറ്റിലോട്ട് ഞങ്ങളിങ്ങനെ മാറുന്ന ടൈമിൽ അവിടെ സ്റ്റോക്ക് പഠിപ്പിക്കാനായിട്ട് ഒരു റൂം ഉണ്ടാവണം, അതേപോലെ തന്നെ ഓപ്ഷൻസ് പഠിപ്പിക്കാനൊരു റൂം ഉണ്ടാവണം. അത് കഴിഞ്ഞിട്ട് M6 വിച്ച് വെരി എന്താ പറയുക, ഒരു വലിയൊരു ഡെപ്തായിട്ടുള്ളൊരു സാഗരമാണ്. ഓക്കെ, അവിടെ നമുക്ക് ക്യാഷ് ഉണ്ടെങ്കിൽ ക്യാഷ് എടുക്കാൻ പറ്റുന്ന, നമുക്കറിയാമെന്നുള്ളത് M6 ഈ ഫ്യൂച്ചർ ട്രേഡിങ് മാത്രമേ അറിയാൻ പറ്റൂ. ഫിസിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട്. അപ്പം ഓരോ നോളജിനും ഓരോ റൂമായിട്ട് അവിടെ എനിക്ക് വരുത്തണം എന്നുള്ളൊരു ആഗ്രഹമാണ്. ഓക്കെ, നമ്മുടെ അത് പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ഇപ്പോൾ 60,000 ഫീസ് തന്നു, മാർക്കറ്റ് പ്രൊഫൈലിന് ഓപ്ഷൻ തീരും, ഓക്കെ ഫൈൻ. അല്ലെങ്കിൽ 20,000 ഫീസ് തന്നു, ഓക്കെ ഫൈൻ. ബട്ട് അദ്ദേഹം പഠിച്ചിറങ്ങി പോകുമ്പോൾ
ഇദ്ദേഹത്തിന് ചൂസ് ചെയ്യാൻ ഒത്തിരി ഉണ്ടാവണം. ഓപ്ഷൻ ബൈയിങ് മതി. കാരണം ഓപ്ഷൻ ബൈയിങ് എല്ലാവരുടെ മാനസികാവസ്ഥയ്ക്കും പറ്റിയതല്ല. ഓപ്ഷൻ സെല്ലിങ് എല്ലാവരുടെ മാനസികാവസ്ഥയ്ക്കും പറ്റിയതല്ല. സ്റ്റോക്ക് ട്രേഡിങ് എല്ലാവർക്കും പറ്റിയതല്ല. പോർട്ട്ഫോളിയോ കണ്ട് അത് ആസ്വദിച്ചിരുന്ന് നമ്മൾ ഫുഡ് കഴിച്ചാൽ ഇന്ന് നമ്മളെടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ന് GLX ഇത്ര കയറി, ടാറ്റ മോട്ടോഴ്സ് ഇത്ര കയറി എന്നൊക്കെ നോക്കിയിരുന്ന് എടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് വേറെയാണ് അല്ലേ? അത് ആറ്റിറ്റ്യൂഡ് വേറെയാണ്. അതേസമയം ഓപ്ഷൻ ബൈ ചെയ്യുന്ന ആളോ ഇങ്ങനെ ഇരിക്കും, സോറി, ഇങ്ങനെ ഇരുന്ന ഈ ഒരു രീതിയിൽ ഇരുന്ന് ട്രേഡ് ചെയ്യുന്ന ആൾക്കാണ്. ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന ആളോ കുറച്ചുകൂടെ കൂളായിരിക്കും ആൾ. അതൊന്നും ഞാൻ ചാർട്ട് പോലും അദ്ദേഹം കാണുന്നില്ല. അനാലിസിസ് മാത്രമേ ഉള്ളൂ കയ്യിൽ, ചാർട്ട് പോലും അദ്ദേഹം കാണുന്നില്ല. ഇതേ സമയം വേറെ എന്ന് പറയുക M6-ലാണെങ്കിലോ, M6-ൽ ശരിക്കും അതിൻ്റെ രീതിയിൽ ഹെഡ്ജ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കൂളായിട്ടിരുന്ന് കാശ് എടുക്കുന്ന ഒരാളില്ല. സാറിന് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല സാർ. നമ്മുടെ കയ്യിൽ ഫുൾ എമൗണ്ട് M6-ൽ നിന്ന് ഫുൾ ലോട്ട് എമൗണ്ട് നമുക്കിപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞെങ്കിൽ സിൽവർ മിനി, ഓക്കെ, സിൽവർ മിനി എടുത്തു കഴിഞ്ഞാൽ 5 കിലോയാണ് വരുന്നത്. ഓക്കെ, ഈ 5 കിലോയ്ക്കുള്ള ക്യാഷ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് നമുക്ക് ഫിസിക്കൽ സിൽവറായിട്ട് നമുക്ക് ഡെലിവറി ചെയ്തെടുക്കാം. ഓക്കെ, ഇത് എത്ര പേർക്ക് അറിയാം? സാർ ഇപ്പോൾ എടുക്കുന്നത്, ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഇന്നലെ കണ്ട ഒരു കേസ് ഞാൻ പറയാം. 2,64,000 രൂപയാണ് സിൽവറിൻ്റെ വില വന്നിട്ട് മാർച്ച് കോൺട്രാക്റ്റിലുള്ളത്. 2,60,000. ഇന്ന് ഗ്രാമിന് പുറത്ത് 300 സംതിങ് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, എത്ര വ്യത്യാസമായി സാർ? ഓക്കെ, അന്ന് ഇതൊരു 4 ലക്ഷം ആയെങ്കിലോ, കിലോയ്ക്ക് 4 ലക്ഷം രൂപയായിട്ട് മാറി. ഞാൻ എന്നേ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുക. 2,64,000 രൂപയ്ക്ക് ഇന്ന് ബുക്ക് ചെയ്തിരിക്കുകയാണ്. അന്ന് 4 ലക്ഷം രൂപ ആവുന്നുണ്ട്. പക്ഷേ ഞാൻ എത്ര രൂപ കൊടുത്താൽ മതിയാവും? 2,64,000 രൂപ കൊടുത്താൽ മതിയാവും. പക്ഷേ ഇൻറ്റു 5 വേണം എൻ്റെ കയ്യിൽ. എൻ്റെ കയ്യിൽ കാശുണ്ടെന്നുണ്ടെങ്കിൽ അത് എനിക്ക് എന്ത് ചെയ്യുക സാർ? ആ ഫുൾ എമൗണ്ട് എൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഞാൻ ഹോൾഡ് ചെയ്യുക. ഡിമാറ്റ് അക്കൗണ്ടിൽ ഫുൾ എമൗണ്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോൺട്രാക്ട് തീരുന്ന സമയത്ത് ഫിസിക്കൽ സിൽവർ ഇവിടെ ഉണ്ടാവും. അഹമ്മദാബാദ്, ഇപ്പോൾ അഹമ്മദാബാദാണ്, അഹമ്മദാബാദിൽ അവിടുത്തെ വെയർ ഹൗസിലുണ്ടാവും. ഞാൻ 2% അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ 3 ദിവസം കൊണ്ട് ഇവിടെ എത്തി. അതെ, അത്രേ ഉള്ളൂ. അപ്പോൾ എത്ര രൂപയായി സാർ ഗ്യാപ്പ്? 10 രൂപ 15 രൂപയുടെ കുറവേ ഈ 999 ആണെങ്കിൽ കേട്ടോ, 999 ഒക്കെ ആണെങ്കിൽ 10 രൂപ 15 രൂപയുടെ കുറവ് മാത്രമേ നമ്മുടെ ജ്വല്ലറിക്കാർ ചെയ്യാറുള്ളൂ. ഗെയിൻ എത്രയായി സാർ? സാർ ക്യാഷ് വേണം, അറിവ് വേണം, രണ്ടും കൂടെ യോജിക്കുന്നുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ അകത്ത് ലോസ് ഇല്ല. ഈ രണ്ടും ഇല്ല, ഏതെങ്കിലും ഒന്നിന് നമുക്കൊരു കുറവുണ്ടായിരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മാർക്കറ്റിനെ പിടിച്ചു കിട്ടാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല, ഇച്ചിരി പാടാ സാർ. ഓക്കെ, അല്ലെങ്കിൽ ആ കളിയെ കളിക്കാവും. മാർക്കറ്റിനകത്ത് ആ രീതിയിൽ അപ്രോച്ച്മെൻറ്റ് മാർക്കറ്റിൻ്റെ അകത്ത് നമ്മൾ നടത്താൻ പാടില്ല. ഓക്കെ, സാധാരണക്കാർ, സാറിപ്പോൾ എല്ലാവരും ഞാനിതൊക്കെ വലിയ വലിയ സാധാരണക്കാരന് വരാം. പക്ഷേ നിങ്ങളെടുക്കുന്ന ക്യാപിറ്റൽ എവിടെയെങ്കിലും ഹെഡ്ജ് ചെയ്തിട്ടേ വരാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ KSF കൊണ്ട് നിങ്ങൾ പണയം വെച്ചു. ഇന്ന് ഏറ്റവും കൂടുതൽ പണയത്തിന് നമുക്ക് മൂല്യം തരുന്ന അല്ലെങ്കിൽ ലോൺ തരുന്നത് KSF. KSF കൊണ്ട് പണയം വെച്ചു, അവിടെ നല്ലൊരു റാപ്പ് ബിൽഡ് ചെയ്തു. ചിരിക്കാൻ പഠിക്കുക, എന്നിട്ട് ചിരിച്ച് അവിടുത്തെ റാപ്പ് ബിൽഡ് ചെയ്തെടുക്കും. അവരും ഗവൺമെൻറ് യൂസ് ചെയ്യുന്ന ഒരു മനുഷ്യരാണ്. അവിടുത്തെ ചിരിക്കുക, അവിടുത്തെ കാര്യങ്ങൾ സംസാരിക്കുക, അവർക്ക് കാര്യങ്ങൾ നമ്മൾ കൺവിൻസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഫണ്ട് നമ്മുടെ കയ്യിൽ കിട്ടും. 10 ലക്ഷം ഉണ്ടെങ്കിൽ ചിലപ്പോൾ 7 ലക്ഷം രൂപ കയ്യിൽ കിട്ടും. ഓക്കെ, അതുകൊണ്ട് ട്രേഡിന് പോയിപ്പോ. ഓക്കെ, ഓക്കെ, നിങ്ങളൊരു ഇയർലി നിങ്ങളൊരു 30% റിട്ടേൺ എടുത്തെന്ന് ചോദിച്ചോളൂ. 9% അവർക്ക് കൊടുക്കുന്നുള്ളൂ. അവന് ഹാപ്പി ആവട്ടെ. 20% നമ്മുടെ ഇനി ഗോൾഡ് വില കയറി പോകില്ലേ? ശരിയല്ലേ? ഗോൾഡിന് വില കയറി പോകും. അപ്പോൾ നിങ്ങൾക്ക് ഒരു അവസരം വരികയാണെങ്കിൽ വിറ്റിട്ട് ആ ക്യാഷ് കൊടുത്തിട്ടാലോ. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഒന്ന് അറിവെടുക്കുക, നമ്മുടെ ക്യാപിറ്റൽ എപ്പോഴും എന്തെങ്കിലും കൂടെ ഹെഡ്ജ് ചെയ്ത് വെക്കുക. 3 എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് അനാലിസിസ് സ്ട്രാറ്റജി പ്രോപ്പർ ടൈമിൽ യൂസ് ചെയ്യുക. ഉറപ്പായിട്ട് അതിന് വിജയം ഉണ്ടായിരിക്കും. കോടികൾ എടുക്കണമെന്നുണ്ടെങ്കിൽ കോടികൾ വേണം. അതിലേക്ക് എത്തേണ്ട സ്റ്റെപ്പ് ബൈ പോകാൻ നോക്കുക. ആദ്യമേ കയറി കോടികൾക്ക് എന്ത് ചെയ്യരുത്, പോവാതിരിക്കുക. അപ്പോൾ അതിലേക്കുള്ളൊരു പാതയാണ് സ്റ്റോക്ക് മാക്സ് ഒരുക്കുന്നത്. സ്റ്റോക്ക് മാക്സ് എപ്പോഴും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എങ്ങനെ അവർക്ക് എടുക്കാമെന്നുള്ള എല്ലാ രീതിയിലുള്ള അനാലിസിസും പറഞ്ഞു കൊടുക്കും. ഓക്കെ, ഞാനൊരു കുട്ടിയെ എടുക്കുന്ന ടൈമിൽ ഓപ്പണായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾ പഠിക്കാൻ വരുന്നിടത്ത് 60,000 ഫീസ് തന്നാൽ നിങ്ങൾ പഠിക്കാൻ വരുന്നത്, അല്ലെങ്കിൽ 25,000 ഫീസ് തന്നാൽ പഠിക്കാൻ വന്നത്, ഇന്ന കഷ്ടപ്പാടുകൾ ഇവിടെ ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ വന്ന് പഠിക്കുക. പിന്നെ ഇന്ന ദിവസത്തിനുള്ളിൽ നിങ്ങൾ പഠിച്ച് പണക്കാരനാവുന്ന ഇവിടെ നടക്കാത്ത കാര്യമാണ്. ഇപ്പോൾ ഒത്തിരി പേര് ലൈവ് ട്രേഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളങ്ങനെ ലൈവ് ട്രേഡ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ലൈവ് ട്രേഡ് ഞാൻ എപ്പോഴും നോ പറയുന്ന വ്യക്തിയാണ്. ഓക്കെ, പിന്നെ ഞാനൊരു ഓപ്ഷൻ അവിടെ കൊടുക്കുന്നുണ്ട്. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നു കഴിഞ്ഞാൽ ലൈവ് ട്രേഡിലുള്ള അനാലിസിസ് പറഞ്ഞുതരാം. എന്തെടുക്കണം, എന്ത് ട്രേഡ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ ചെയ്യില്ല. ഇപ്പോൾ ഈവൻ ഒരിക്കലും ഞാൻ കൊടുക്കില്ല. ഓക്കെ, ലൈവിൽ നമ്മൾ ഈ അനാലിസിസ് നടക്കുന്നുണ്ട് എന്ന് ഞാൻ എൻ്റെ
എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഉം, ഓക്കെ. ഉം, ഉം. അല്ലാണ്ട് ഒരു ലൈവ് ട്രേഡിംഗ് റൂമാക്കിയോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ആക്ടിവിറ്റീസും ഞാനില്ല. അത് എഗെയിൻസ്റ്റ് സെബിയാണ്, കംപ്ലയിൻസ് ആണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ സെബി രജിസ്ട്രേഷന് വേണ്ടിയുള്ള ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ ഇപ്പോൾ ഈവൻ സെബി രജിസ്ട്രേഷൻ എനിക്ക് കിട്ടിയാൽ പോലും ഞാൻ അത് ചെയ്യില്ല. ചെയ്യില്ല. കാര്യം അവരോട് ഞാൻ കാണിക്കുന്ന ദ്രോഹം. റീസൺ വേറെ ഒന്നുമില്ല സാർ. 100 കുട്ടികൾ എൻ്റെ ഇവിടെ നിന്ന് ട്രേഡ് ചെയ്യാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് 3 ലക്ഷം രൂപ, ഇപ്പോൾ ചില ആൾക്കാർ മേടിക്കുന്ന 3000-4000 രൂപ മേടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ 3 ലക്ഷം രൂപ എനിക്ക് മന്ത്ലി വരുമാനമാണ്. ഞാൻ ട്രേഡ് എടുത്തോ അല്ലെങ്കിൽ ഇങ്ങനത്തെ അനാലിസിസ് വന്നെന്ന് ഞാൻ ഇങ്ങനെ 100 പേർക്ക് ഇങ്ങനെ ഡെയിലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിചാരിച്ചോളൂ സാർ. ഓക്കെ, ഈ കുട്ടികൾ എന്ത് പഠിക്കും? ഇപ്പോൾ ഞാനൊരു 6 മാസം ഈ കുട്ടികളെ പഠിപ്പിച്ചു, അവരെ ഫോളോ അപ്പ് ചെയ്ത് എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നിട്ട് ഇവർ സ്വയം അനാലിസിസ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്താ കാര്യമുള്ളത്? ഒരാളെ സപ്പോർട്ടോടെയാണ് സാർ ട്രേഡ് എടുക്കാൻ പോവുകയാണെങ്കിൽ ലൈഫ് ലോങ് സാർ സപ്പോർട്ടോടെ മാത്രമേ ട്രേഡ് എടുക്കൂ. കാരണം പേടി മാറിക്കിട്ടണം. വണ്ടി ആദ്യം ഓടിക്കുമ്പോൾ എങ്ങനെയായിരിക്കും സാർ? അതെ അതെ നമുക്ക് സിമുലേഷൻ ആദ്യം നമുക്ക് തരും. അത് കഴിഞ്ഞിട്ടോ ഒന്ന് വണ്ടി ഓടിക്കും. ആദ്യം ആ ടൈം നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിൽ അദ്ദേഹം ഇരിക്കുകയാണോ? ഒരിക്കലും ഇൻസ്ട്രക്ടർ നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിലല്ല നമ്മുടെ കൂടെ ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബ്രേക്കിംഗ് ഒക്കെ ഉണ്ടാവും. ഓക്കെ ഫൈൻ. എന്നിരുന്നാലും മറ്റാ പേടി മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെയല്ലേ വളയം പിടിക്കേണ്ടേ? നമ്മൾ തന്നെ ഗിയർ ചേഞ്ച് ചെയ്യണ്ടേ? ഒന്ന് പറഞ്ഞു തരാനുണ്ട്. ഒരു പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ പറഞ്ഞു തരാനുണ്ട്. അതേസമയം അദ്ദേഹം തന്നെയാണ് എൻ്റെ ബാക്കിൽ ഒരു സിസ്റ്റം ഒരു രീതിയിൽ ഇരുന്നിട്ട് അദ്ദേഹം കൂടെ ഇരുത്തി എൻ്റെ വളയം പിടിക്കാമെന്ന് വിചാരിച്ചോളൂ സാർ. എത്ര കാലം പിടിക്കും? ഗിയർ ഞാൻ ചേഞ്ച് ചെയ്യൂ? വണ്ടി എനിക്ക് ശരിക്കും ഓടിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ലൈവ് ട്രേഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് മെൻറ്ററിൻ്റെ കൂടെ ലൈവ് ട്രേഡ് ചെയ്യാം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെൻറ്ററിന് കാശ് കിട്ടും. നിങ്ങൾക്ക് എന്ത് ലേൺ ചെയ്യാൻ പറ്റുമെന്ന് അത് നിങ്ങളുടെ അനുസരിച്ചിരിക്കും. ഓക്കെ ഓക്കെ അതേസമയം ഒരു കാര്യം ചെയ്യാം സാർ. ലൈവിലൊരു പ്രോബ്ലം വന്നു സാറിന്. ഓക്കെ, എൻ്റെ ഒരു കുട്ടിക്ക് ഒരു കേസ് വന്നു. ഓക്കെ, എ പീരീഡിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു, അല്ലെങ്കിൽ ബി പീരീഡിൽ ഇങ്ങനെ സംഭവിച്ചു, സി പീരീഡിൽ ഇങ്ങനെ സംഭവിച്ചു. അത് അവിടെ ഡിസ്കഷൻ ചെയ്ത് കഴിഞ്ഞാൽ ലൈവിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പിലായിട്ടോ ഒരു പിക്ചർ എടുത്ത് നമ്മൾ ഡിസ്കഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ജീവിതകാലത്തെ ആൾ മറക്കില്ല. അതേസമയം ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്, സി പീരീഡിൽ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്, നിങ്ങളെല്ലാവരും ഒന്ന് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സി പീരീഡിൽ ഞാൻ ആ ഒരു കോൺസെപ്റ്റ് എല്ലാ ദിവസവും പറഞ്ഞു കൊടുത്താൽ അദ്ദേഹം നിൽക്കും. 100-ൽ 90 പേരും എൻ്റെ വോയിസിന് വേണ്ടി കാത്തിരിക്കും. 10% ആൾക്കാർ മാത്രമേ അതെന്ത് ചെയ്യൂ സാർ. എന്താണ് അവിടെ നടന്നുള്ള ബിഹൈൻഡ് ലോജിക്ക് നോക്കുള്ളൂ. കാരണം എല്ലാവരുടെയും മൈൻഡ് സെറ്റിൽ ഇരിക്കുന്ന പറഞ്ഞാൽ ക്യാഷ് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കും ഇരിക്കുക. ഓക്കെ, ആ സമയത്ത് ഇരിക്കുമ്പോൾ ലേണിങ് പലരും കയ്യിൽ നിന്ന് കളയും, ലേൺ ചെയ്തതും കളയും. ഓക്കെ, അതിനെക്കാട്ടും ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും ക്യാഷ് എന്തായാലും ഞാൻ മുടക്കിയുള്ളൂ, അപ്പോൾ ഇത് വന്നിട്ടുണ്ടോ എന്ന് അറ്റ്ലീസ്റ്റ് ബൈജുണിങ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ വേണമല്ലോ. ഓക്കെ, അപ്പോൾ ആ ഒരു ഇത് കൊടുക്കുന്നുണ്ട്. പിന്നെ EOD എന്നുള്ള കോൺസെപ്റ്റ്, EOD നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ കൊടുക്കാൻ പെർമിഷൻ ഇല്ല എന്നാലും പറയുകയാണ്, EOD നല്ലൊരു സംഭവമാണ്. കാരണം അല്ലെങ്കിൽ കുട്ടികൾ തന്നെ എനിക്ക് കിട്ടുന്ന ഒരു വലിയ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും അവർ അനാലിസിസ് ചെയ്ത് നമുക്ക് അയച്ചു തരും. ഓക്കെ, ഇതിൽ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം അനാലിസിസ് ചെയ്യുമ്പോൾ എല്ലാം ഒരേപോലെ ഇരിക്കും. വേറെ ഒന്നുമില്ല, നമ്മൾ കോൺടെക്സ്റ്റ് ആണല്ലോ, മാർക്കറ്റിൻ്റെ എൻഡപ്തുള്ള കോൺടെക്സ്റ്റ് പഠിക്കുക. അപ്പോൾ ആ കോൺടെക്സ്റ്റ് ഒരു ചേഞ്ചസ് അവിടെ ഉണ്ടാവുന്നില്ലല്ലോ. അത് ചില ചേഞ്ചസ് വരുന്ന സമയത്ത് എടാ ഇതിങ്ങനെയല്ല, അല്ലെങ്കിൽ ബ്രോ ഇങ്ങനെയല്ല, ഇങ്ങനെയാണ് പോകേണ്ടത്. അപ്പോൾ അതും അവരുടെ മനസ്സിൽ എത്ര കാലം വേണമെങ്കിലും ആ കോൺടെക്സ്റ്റും കാര്യങ്ങളും വിഷ്വലൈസ് ചെയ്ത് എക്സ്പീരിയൻസ് എടുക്കാൻ പറ്റും. വിഷ്വലൈസ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് എടുക്കാൻ പറ്റാത്തൊരു കുട്ടിക്ക് എങ്ങനെ മാർക്കറ്റിൻ്റെ ട്രേഡ് എടുക്കാൻ പറ്റും? എങ്ങനെ അദ്ദേഹത്തിൻ്റെ മണിയെ മാനേജ് ചെയ്യാൻ പറ്റും? ഇറ്റ്സ് എ പ്രോബ്ലം. അതുകൊണ്ട് ലൈവിനോട് ഞാൻ ഒരിക്കലും അത് സപ്പോർട്ടല്ല. ഇനി അഥവാ വേണമെന്നുണ്ടെങ്കിൽ അനാലിസിസ് ലൈവിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വന്നിരിക്കുക, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിരുന്നു കഴിഞ്ഞാൽ. ബട്ട് അവിടെ റെക്കമെൻഡേഷൻ ആയിട്ടല്ല നിങ്ങൾ ട്രേഡ് എടുത്തോ, മിണ്ടില്ല. പലർക്കും ദേഷ്യം അടുത്ത് വരാറുണ്ട്, ചെയ്യുന്നത് എന്താണെന്ന് ചോദിക്കുന്നത്. ബട്ട് സ്വയം പഠിച്ചു വരുന്ന ആൾക്കാർ അത് ഫോളോ അപ്പ് ചെയ്ത് പോകും. സാർ തന്നെ നോക്കുക സാർ, കാരണം 5 വർഷമായിട്ട് ഞാൻ പഠിപ്പിക്കുന്നത്, 4 വർഷം എന്ന് പറയാം. ഈ 4 വർഷമുള്ള കുട്ടികൾ ഇന്നിരുന്ന് ട്രേഡ് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കത് ഈ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുമ്പോൾ നോക്കുക സാർ. ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്തുകൊണ്ട് മാത്രമാണ്. ഇതിൻ്റെ അകത്ത് വർക്കൗട്ട് ചെയ്യാത്ത ആൾക്കാർക്ക് മാത്രമേ 2ാം ക്ലാസ്സിൽ വന്നിരിക്കാൻ വന്നിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട് സാർ, ഓപ്പണായിട്ട് പറയാമല്ലോ, ഇവർക്ക് പല റീചാർജസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് നമ്മളായിരിക്കും റെഫറൻസ് കൊടുക്കുക. ഓക്കെ, ബട്ട് അതിൽ വരുമാനം ഇല്ല എന്നാൽ റെഫറൻസ് കൊടുക്കുക. ബട്ട് ഇവർ റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്ര കുട്ടികളാണ് ഇത് ഫോളോ അപ്പ് ചെയ്യുന്നത്, ഇത്ര ഫോളോ ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ ചാർട്ട് കാണുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ട്. അതാണ് കേസ് വരുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിനെ സീരിയസ് ആയിട്ട് കാണുന്ന ഒത്തിരി പേർക്ക് നിങ്ങൾക്ക് ആഴത്തിലുള്ള അറിവുകൾ പകർന്നു നൽകാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ ഒത്തിരി പേരെ സാമ്പത്തിക സുരക്ഷയിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.